ഇത് ഈ പറയുന്നത് പോലെ ഇത് യൂട്യൂബിൽ എന്തായാലും അപ്ലോഡ് ചെയ്യില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഒരു സെർട്ടൈൻ കൈൻഡ് ഓഫ് ഐഡിയാസ് മാത്രമാണല്ലോ അത്. ഇതിൽ എത്രത്തോളം ഈ പറയുന്നത് പോലെ സക്സസ് ആയിട്ടുണ്ടെന്നൊന്നും പറയാൻ സാധിക്കില്ല. നമ്മളൊരു കോമൺ ഐഡിയ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നു, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസിന്റെ അപ്രോച്ചുകൾ വരുന്നത്, ആ ഒരു രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നത്. സോ ഇതാണ് പറയാനുള്ളത് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു 7 ദിവസം നിങ്ങളുടെ മുൻപിലുണ്ട് ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, റിവിഷൻ ചെയ്യാനായിട്ട് 7 ദിവസം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിൽ കൂടെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയമുണ്ട്. മുൻപ് നമ്മൾ ഒരു റിവിഷന്റെ സെഷൻ എടുത്തതാണ്. എങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നത്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് റിവിഷൻ ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞതാണത്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ അവർക്കുള്ളത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതായത് നിങ്ങൾ കുറച്ച് കേട്ട കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കാരണം പഴയ സെഷൻ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മളൊരു UPSC എക്സാമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പാർട്ട് തന്നെയാണ്. 2 പാർട്ടിലും നിങ്ങൾക്ക് അറിയാം, GS1 ഉം GS2 ഉം. GS2ലേക്ക് നമുക്ക് ആദ്യം പറയാം. ഓക്കെ, GS2ന്റെ നിങ്ങൾ അബിയുടെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ CSAT കോംപ്രഹെൻഷൻ സൂരജിന്റെ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഈ 2 സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഇന്നലെ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ വന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻസ് ടഫ് ആക്കുന്നതല്ല അധികം, അതിനകത്ത് തന്നെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം 80 ക്വസ്റ്റ്യൻ ആണ് GS2 വരുന്നിട്ടുള്ളത് അല്ലെ. ഈ 80 ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 66.5 ആണ്. അതായത് നിങ്ങളൊരു 70 എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്താൽ പോലും സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഇപ്പൊ 2 മണിക്കൂറിലാണ് നിങ്ങൾ 80 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നോർമൽ കേസിൽ നോക്കുകയാണെങ്കിൽ UPSC എക്സാമിനേഷന് അവർ 80 ക്വസ്റ്റ്യൻ ഒരു നോർമൽ കാൻഡിഡേറ്റിന് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് 100% ഷുവർ ആണ്. കാരണം നിങ്ങൾ എത്ര ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. അത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 80 കവർ ചെയ്യുന്നല്ല, ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് CSATന്റെ മെയിൻ അപ്രോച്ച് എന്ന് പറയുന്നതും നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളൊരു എല്ലാ ഏരിയയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ചെയ്തു പോകുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതില് നമ്മൾ കോംപ്രഹെൻഷൻ എടുത്തപ്പോൾ നിങ്ങളോട് സൂരജ് പറഞ്ഞിട്ടുണ്ടാവും, ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഈ 80 ക്വസ്റ്റ്യനിൽ ഓൾമോസ്റ്റ് 28, 27, 29 ഈ റേഞ്ചുകളിലാണ് നിങ്ങൾക്ക് CSAT കോംപ്രഹെൻഷൻ മാത്രമായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മാത്സിൽ സ്ട്രോങ് അല്ലാത്ത ഒരാളാണെങ്കിൽ ആദ്യത്തെ 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയുള്ള ടൈമുകളിൽ നിങ്ങൾ CSAT കോംപ്രഹെൻഷൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 1 അവറിൽ നമ്മൾ എപ്പോഴും ഒരു അനാലിസിസ് ഉണ്ട് നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുമ്പോൾ, ഞാൻ എത്ര കംപ്ലീറ്റ് ആക്കി എന്നുള്ളത്. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 1 അവറിൽ നിങ്ങൾ കോംപ്രഹെൻഷൻ ആണ് ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 28 കോംപ്രഹെൻഷൻ പേപ്പറും കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ 2 ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ റീസണിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 30ഓളം ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് അവിടെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. ഈവൻ നിങ്ങൾ ആ 1 അവറിൽ കോംപ്രഹെൻഷൻ മാത്രമാണ് കംപ്ലീറ്റ് ആക്കിയാൽ പോലും 28 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കയ്യിലുണ്ടാവും. ഓക്കെ, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് ആണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ, മാത്സിൽ വലിയ സ്ട്രോങ് അല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 1 അവറിൽ ചിലപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 14-15 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതൊരു പ്രോബ്ലം ആയിരിക്കും. അപ്പൊ നിങ്ങൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത 1 അവർ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സേഫ് പൊസിഷനിൽ നിൽക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല അപ്രോച്ച് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കോംപ്രഹെൻഷൻ അറ്റൻഡ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സൂരജ് എങ്ങനെ കോംപ്രഹെൻഷൻ അറ്റൻഡ് ചെയ്യണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് വരും. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സാമ്പിൾ 28 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കോംപ്രഹെൻഷൻ ചെയ്തു, പിന്നെ നിങ്ങളൊരു സേഫ് ആയിട്ട് നിങ്ങളൊരു 18-19 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്തായാലും നിങ്ങൾ CSAT ക്ലിയർ ആവും, ഈവൻ കോംപ്രഹെൻഷനിൽ കുറച്ച് മിസ്റ്റേക്സ് വന്നാൽ പോലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 28 കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയാസ് മാക്സിമം പിക്ക് ചെയ്ത് ചെയ്തിട്ട് പോവുക. ഒരു ക്വസ്റ്റ്യനിന്റെ മുകളിൽ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അത് തന്നെയാണ് എനിക്ക് GS-ലും ഞാൻ മുമ്പ് വരാൻ പോകുന്ന സമയത്ത് പറയാൻ പോകുന്നത്. ഓവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കാരണം കോംപ്രഹെൻഷൻ ആണ്, ഈ പറയുന്നത് പോലെ GS2ലേക്ക് ആണെങ്കിൽ 2.5 മാർക്കാണ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും തരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനും 2.5 ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2.5 ആണ്, ഇപ്പോൾ 78ാമത്തെ ക്വസ്റ്റ്യൻ 2.5 ആണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക, ചെയ്തിട്ട് പോവുക. ഈ ഒരു മെത്തേഡ് മാത്രമേ നിങ്ങൾ അവിടെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ഈഗോ ഒഴിവാക്കുക. ഓക്കെ, മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളോട് പറയാണ്, ഈഗോ ഉണ്ടെങ്കിൽ അവിടെ തോറ്റുപോകും നിങ്ങൾ, 100% ഷുവർ.
ആ ഒരു കാര്യം കൂടി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഞാൻ സിസാറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു. ഓക്കെ, ഈ പറഞ്ഞ ഭാഗം ക്ലിയർ ആണോ? സിസാറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓൾമോസ്റ്റ് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അബിയോടും സൂരജിനോടും. ഓക്കെ, അപ്പോൾ അത് ഞാൻ വീണ്ടും ഒരുപാട് ഡീറ്റെയിലേക്ക് പറയേണ്ട ആവശ്യമില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിൽ എന്താണ്. കാരണം സിസാറ്റ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതിന് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞു. കട്ട് ഓഫ്, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ശ്രദ്ധിച്ചോ ആരെങ്കിലും? GS വരുന്ന സമയത്ത് UPSC കട്ട് ഓഫ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്. UPSC കട്ട് ഓഫ് എന്ന് പറയുന്നത് 75.41 ഓക്കെ, അതായത് 75 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 75.41 ഉണ്ട്. അതായത് 76 മാർക്കിനെടുത്ത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 75 കിട്ടുമ്പോൾ ആൾക്കാർ ഫീലർ ആകും. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഈ ഒരു കട്ട് ഓഫ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് സിസാറ്റ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ കട്ട് ഓഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു കട്ട് ഓഫ് ഈ റേഞ്ചിൽ വരാനുള്ള കാരണം വൺ ഓഫ് ദി റീസൺ സിസാറ്റ് ആണ്. ഓക്കെ, വൺ ഓഫ് ദി റീസൺ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, പക്ഷെ സിസാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? സിസാറ്റും ഈ GSന്റെ ഒരു പാറ്റേണിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 2 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏത് ഓപ്ഷനിലേക്ക് എത്തും സമയത്താണ് ശരിയാവുന്നത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷവും നിങ്ങൾ അബി ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കൂടാതെ നിങ്ങൾ ഇവിടുന്ന് എക്സാമിനേഷൻ ഹോളിൽ നിന്ന് വീട്ടിൽ പോയി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആൻസർ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പേപ്പർ ടഫ് ആയിട്ടല്ല, നിങ്ങൾക്ക് ആ പ്രഷർ സിറ്റുവേഷനിൽ അത് ചെയ്യാൻ സാധിക്കാതെ പോകുന്നതാണ്. അത് അവോയ്ഡ് ചെയ്യാനുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ക്വസ്റ്റ്യന്റെ രീതി അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് GS1 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ ഭാഗത്തേക്ക് വരാം. കഴിഞ്ഞ തവണ റീക്കിക്ക് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ സെയിം പോയിന്റ് ആണ് പറയുന്നത്. ഓക്കെ, എന്താണ് UPSC നമ്മുടെ കയ്യിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആസ് എ സിവിൽ സർവന്റ് എന്നുള്ള ആസ്പെക്ടിൽ. അപ്പോൾ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്, അപ്പൊ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത് സിവിൽ സർവന്റ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസിന്റെ രീതി അങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. UPSCക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി ഫാക്ച്വൽ ഇൻഫർമേഷൻ തന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് UPSC പോകാറില്ല. അത്രയും ടു മച്ച് ഫാക്ച്വൽ ഇൻഫർമേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അവർ എത്തിയിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറില്ല. ഓക്കെ, അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് PSC പഠിക്കുന്ന ആൾക്കാരെ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ട് വരും. PSC അതേപോലെ തന്നെ SSC പഠിക്കുന്ന ആൾക്കാർ. കാരണം ടു മച്ച് ഫാക്ച്വൽ ഇൻഫർമേഷൻ ഓർത്തിരുന്ന് റീപ്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെ ഒരു രീതിയിലേക്ക് UPSC പോകാറില്ല. അങ്ങനത്തെ ഒരു രീതി കണ്ടിട്ടുള്ളത് 2018 മാത്രമാണ്. 2018 എന്റെ കട്ട് ഓഫ് 116 വന്നിരുന്നു. പക്ഷേ അതിനകത്ത് ബേസിക്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ UPSC ആസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മാത്രമാണ്, ഒരു സ്റ്റുഡന്റ് ആയിട്ടല്ല. ഓക്കെ, അതുകൊണ്ട് ഏതൊരു ബേസിക്സ് പഠിക്കുമ്പോഴും ഏതൊരു ടോപ്പിക് പഠിക്കുമ്പോഴും അതിന്റെ ബേസിക് നോളജ് ആണ് അവർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. ബേസിക് നോളജ് അവർ നല്ലപോലെ ഡിമാൻഡ് ചെയ്യും. കാരണം ഏത് ടോപ്പിക്, ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ഞാൻ ക്ലാസ്സിൽ കഴിഞ്ഞ തവണ പറഞ്ഞു, ജോഗ്രഫി ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും അതേപോലെ എക്കണോമിക്സ് ആണെങ്കിലും ഇത് ബേസിക്സ് നല്ലപോലെയുള്ള സബ്ജക്റ്റുകളാണ്. ഓക്കെ, ഈ സബ്ജക്റ്റുകളിൽ UPSC നന്നായിട്ട് ഫോക്കസ് ചെയ്യും. നോക്കുകയാണെങ്കിൽ ജോഗ്രഫിയിൽ ഒരു 16 മുതൽ 17 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്, ഇൻക്ലൂഡിങ് മാപ്പ്. ഓക്കെ, പൊളിറ്റിയിൽ 16 മുതൽ 17 വരെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹിസ്റ്ററി അതേപോലെ തന്നെ ചോദിക്കാറുണ്ട്, എക്കണോമിക്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ബേസിക്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഭാഗമാണത് ഈ പറയുന്ന പോർഷൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കറണ്ട് അഫെയറിൽ ഒരു ടഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് UPSC ഡിമാൻഡ് ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം ബേസിക്സ് നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ബേസിക്സ് നല്ലപോലെ റിവിഷൻ ചെയ്തിട്ട് പോവാം. ഓക്കെ, ബേസിക്സ് നല്ലപോലെ റിവിഷൻ ചെയ്യുക. ഓക്കെ, അത് 1-2 തവണ വായിക്കാം. നിങ്ങൾ ഓൾറെഡി കുറച്ചത് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പഠിച്ചിട്ടുണ്ടോ? അപ്പൊ 1-2 തവണ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടും. പിന്നെ ഒരു കാൻഡിഡേറ്റിനെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒബ്സർവേഷൻ സ്കില്ലാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അതാണ്, ഒബ്സർവേഷൻ. ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് അവർ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അവർ ചോദിക്കുക. കാരണം അതല്ലാതെ അതിനകത്തൊരു ഡീപ്പ് ആയിട്ടുള്ള സാധനം അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നു, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ക്വസ്റ്റ്യന്റെ ഓരോ ഭാഗങ്ങളും തപ്പിപ്പിടിച്ച് നമ്മൾ കീവേഡൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മൾ വായിക്കുക. ഓക്കെ, ആ ഒരു ഭാഗമാണ് നമ്മളെടുത്ത് അവർ പ്രിയമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ഓക്കെ, രണ്ടാമത്തത് ഈ പറയുന്നത് പോലെ പേഷ്യൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഏതൊരു പേപ്പറിനാണെങ്കിലും 1 മുതൽ 100 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് ചെയ്താൽ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അർത്ഥമൊന്നുമില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അതേപോലെ തന്നെ പെർസിവറൻസ് നമ്മൾ പറയാറുണ്ട്. യൂഷ്വലി 100 ഓടിയെത്താനുള്ള ടെൻഡൻസി കാണിക്കുക. ഓക്കെ, ഇവിടെ വെച്ച് കവർ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുക എന്നുള്ള മെജോറിറ്റി ആൾക്കാർ അത് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഒരുപാട് നെഗറ്റീവ് വരുന്നതും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഈ 2 സാധനങ്ങളില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും,
മൊത്തം നിങ്ങൾക്ക് വായിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ പോകും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ അവർ നിങ്ങളുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ. ബേസിക് നോളജ്, ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒബ്സർവ് ചെയ്യുക, അതേപോലെ തന്നെ എന്താ പറയാ പെർസിവറൻസ്, ക്വസ്റ്റ്യൻസ് നോക്കി നോക്കി നിങ്ങൾ എത്തുക എന്നുള്ളത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ കട്ട് ഓഫിന്റെ കാര്യം പറഞ്ഞു. കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ചോദിച്ചത് 75 മാർക്കാണ്, സോറി 75.41. അതേപോലെ തന്നെ EWS ആണെങ്കിൽ 68.2, OBC 75 മാർക്ക് തന്നെ. ആ റേഞ്ചിൽ തന്നെയാണ് ഏകദേശം കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ്, CSAT ആണെന്ന് പറയും. ആ ഒരു റീസൺ മാത്രമല്ല ഇത്രയും കട്ട് ഓഫ് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ UPSC പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദിസ് ഇസ് ദ UPSC പേപ്പർ. ഓക്കെ, പേപ്പർ തുടർന്നപ്പോ തന്നെ എത്ര ആൾക്കാർ ഇതിനകത്ത് പേടിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചു വന്നു, കാരണം ഇതുവരെ അങ്ങനത്തെ ഒരു പാറ്റേൺ നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പേപ്പർ തുറക്കുന്നു, ഓൺലി 1, ഓൺലി 2, ഓൺലി 3, അതേപോലെ തന്നെ ഓൾ പെയേഴ്സ്, അതിനുശേഷം കുറെ ഫാക്ച്വൽ ഡാറ്റ, കൺസിഡർ ദി ഫോളോയിങ് പെയർ എന്ന് പറഞ്ഞിട്ട് ഓൺലി 1 പെയർ 2 പെയർ എന്ന് വരുന്നുണ്ട് കുറെ പോർഷൻസ്. അത് കഴിഞ്ഞ് കുറെ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഴയ കാലത്ത് 1996 വരുന്ന സമയത്തുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി അവർ ചോദിച്ചു. ലൈക്ക് ദിസ് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ടെസ്റ്റ് സീരീസുകൾ ഒഴിവാക്കി വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. പെട്ടെന്ന് അവർ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, സോ 95% ആൾക്കാരും പേടിച്ചു. പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടോപ്പിക്കിൽ തന്നിട്ടുള്ള മെജോറിറ്റി ഭാഗങ്ങളും ബേസിക്സ് തന്നെയാണ് എന്നുള്ളതാണ്. മെജോറിറ്റി പോർഷൻസ് നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് ഇതിനകത്ത് UPSC തന്നിട്ടുണ്ട്, അതിന് മുകളിലായിട്ട് അതിന്റെ സ്പേസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഓൺലി 1 പെയർ, ഓൺലി 2 പെയർ, ഓൺലി 3 പെയർ എന്നൊക്കെ പറഞ്ഞു തരും. ചിലപ്പോൾ ഓൺലി 1 സെന്റൻസ്, 2 സെന്റൻസ്, 3 സെന്റൻസ് എന്നൊക്കെ പറഞ്ഞു തരും. അത് നാളെ മറ്റൊരു തമാശയും കാണിക്കില്ല. അവർ പല രീതിയിലായിരിക്കും UPSC ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ധാരണയുണ്ട്, നിങ്ങൾ പഠിച്ച നോളജും കോമൺ സെൻസും വെച്ച് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ അവർ എന്ത് പാറ്റേണും തരും, അത് UPSCന് ഇഷ്ടമാണ്. ഈ പാറ്റേൺ തരാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവർ നാളെ വേറെ പാറ്റേൺ തരും. ചിലപ്പോൾ അടുത്ത തവണ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓൺലി 1 സെന്റൻസ് എന്ന് പറയുന്നതിന് പകരം സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തരും. രണ്ടാമത്തെ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് 3 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 4 എന്ന് പറഞ്ഞ് ചിലപ്പോൾ തരും. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ബേസിക്കലി ഇതൊക്കെ ആണെങ്കിലും നമ്മൾ പറയുന്നത് പോലെ സെന്റൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു ഐഡിയ കിട്ടും, എന്താണ് ഓരോ സെന്റൻസിൽ വരുന്നത്, ആ സെന്റൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, സെന്റൻസ് ശരിയാണോ തെറ്റാണോ. നമ്മൾ ഒന്ന് ബേസിക്സും രണ്ടാമത് കോമൺ സെൻസ് വരുന്ന സമയത്ത്, ലോജിക്കലും വരുന്ന സമയത്ത് നമുക്ക് അത് ഈസിലി അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അല്ലാതെ ക്വസ്റ്റിന്റെ പാറ്റേൺ കണ്ട് ചേഞ്ച് ആവുന്നില്ല. അത് പാറ്റേൺ മാറുന്നത് കാലഘട്ടത്തിന്റെ മാറ്റമാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പണ്ട് കാലത്തുള്ള IAS ഓഫീസേഴ്സിന് ഫാക്ച്വൽ ഇൻഫർമേഷനെ പോലെ അല്ല ഇപ്പോൾ. ഓക്കെ, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കുന്ന സമയത്ത് ചെറിയൊരു ടച്ചിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നാളെ ഒരു IAS കാരൻ, IPS കാരൻ അല്ലെങ്കിൽ IFS കാരൻ എന്ത് ചെയ്യുന്നു, ഒരു മീഡിയനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും മീഡിയ ചോദിക്കാൻ നിങ്ങൾക്ക് ഊഹിക്കാം. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് UPSCയുടെ ക്വസ്റ്റിന്റെ പാറ്റേൺ മാറും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഹിസ്റ്ററി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്, അവർ ക്വസ്റ്റ്യൻ അത് ട്വിസ്റ്റ് ചെയ്ത് തരുന്നത് മാത്രമേ ഉള്ളൂ. പഴയ മെത്തേഡ് തന്നെയാണത്. അത് എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്യുന്നു. ആ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവർ നിങ്ങളെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അത്ര ഡീറ്റെയിലായിട്ടൊന്നും അല്ല ഇത് പോകുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം നോർമൽ ലെവൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരത് ബേസിക്സ് കണ്ടന്റും കാര്യങ്ങളും പറയുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇതിനകത്ത് 60% ബേസിക്സ് തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ ഏത് പാറ്റേൺ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ക്വസ്റ്റ്യനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്രയും താഴ്ന്നത്. ഓക്കെ, അത് UPSCക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത്തവണ നിങ്ങൾ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കണം. ചിലപ്പോൾ തിരിച്ചു പോകുമായിരിക്കാം, ചിലപ്പോൾ ഇതേ പാറ്റേൺ ഫോളോ ചെയ്യായിരിക്കാം, ചിലപ്പോൾ ഇതിനേക്കാളും എക്സ്ട്രീം ആക്കുമായിരിക്കും. അത് അവരുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ചിന്തിക്കേണ്ട. ഓക്കെ, ഏതൊരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ നോളജ് ഉണ്ട്, നിങ്ങൾ ബേസിക്സ് പഠിച്ചിട്ടുണ്ട്. ആ ബേസിക്സ് പഠിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് കിടക്കുന്ന സമയത്ത് യൂഷ്വലി എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. ഏത് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ഒരു ടെൻഡൻസി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എക്സാമിനേഷൻ വരുന്ന സമയത്ത്. സോ ആ എക്സാം പ്രഷർ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ എക്സാം പ്രഷർ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇനീഷ്യലി നിങ്ങളുടെ മൈൻഡ് ബ്ലാക്ക് ഔട്ട് ആയിപ്പോൾ. ഞാൻ പറഞ്ഞു, ടെൻഷൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച സാധനങ്ങൾ മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ UPSC. പക്ഷെ അത് എന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ടെൻഡൻസി അവർ കാണിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ യൂഷ്വലി ഈ പറയുന്നത് പോലെ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന കുറെ മെത്തേഡുകൾ ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ മുതൽ 1 മുതൽ 100 വരെയാണ് നിങ്ങൾ ചെയ്തു പോകുന്നത്. നിങ്ങൾ റൗണ്ട് മെത്തേഡിലൊക്കെ ചെയ്തു പോകാറുണ്ട്. ഓക്കെ, അതിൽ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാം. അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത്. യൂഷ്വലി ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിപ്പോൾ 1 മുതൽ 50 വരെ സെറ്റ് നോക്കി, 50 മുതൽ 100 വരെ സെറ്റ് നോക്കി. ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം സാധനമാണ്.
അപ്പൊ ഈ സെറ്റ് നോക്കുന്ന സമയത്ത് ആദ്യത്തെ സെറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ശരിയാവുകയും ലാസ്റ്റ് സെറ്റിലേക്ക് നിങ്ങൾക്ക് കുറെ തെറ്റി വരികയും ചെയ്യുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ മൈൻഡും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയും ഡൗൺ ആയി പോകുക എന്നുള്ളതാണ്. നിങ്ങൾ എക്സോസ്റ്റ് ആയി പോവാണ് ക്വസ്റ്റ്യൻസിന്റെ സമയത്ത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് തിങ്ക് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ കുറയുന്നതാണ് അതിനർത്ഥം. നിങ്ങൾ ടെസ്റ്റ് സീരീസ് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ചിലപ്പോൾ വരുന്നുണ്ടാവും. ആദ്യത്തെ 1 മുതൽ 50 വരെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്, അതിന് 28-29 ശരിയാവുന്നു, ലിറ്ററിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുറയുന്നു എന്നൊരു ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഓക്കെ, യൂഷ്വലി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, ആ ക്വസ്റ്റ്യൻ നമുക്കറിയാം 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ, ഞാൻ റൗണ്ടിന്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടേക്ക് വരാം. ഓക്കെ, സോ അതാദ്യം പറയാം. ഫസ്റ്റ് റൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് 100% കോൺഫിഡൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്ത് പോവുക, നമ്മൾ മാർക്ക് ചെയ്ത് പോവുക, ബബിൾ ചെയ്ത് പോവുക. ഓക്കെ, അതേ റൗണ്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ട് പോകും. ലൈക്ക് ആദ്യം നമ്മൾ എപ്പോഴും നോക്കുന്നുണ്ടാവുക നമ്മുടെ നോളജ് ആണ്. ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് നോളജ് ആണ്. നിങ്ങളെ കയ്യിലുള്ള നോളജ് വെച്ച് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ലോജിക്കൽ ആസ്പെക്ടിലേക്ക് പോകേണ്ടത്, ലോജിക്കൽ തിങ്കിങ്. ആൻഡ് ഫൈനലി ഈ പറയുന്നത് പോലെ നിങ്ങൾ പല സ്ഥലത്തും എലിമിനേഷൻ ട്രിക്സ് എലിമിനേഷൻ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല മെത്തേഡുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മോൾ ഓഫ് ദി അബോവ് കറക്റ്റ്, മറ്റത് കറക്റ്റ്, ഈ കറക്റ്റ്, ആ കറക്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ നോളജും ലോജിക്കും കഴിഞ്ഞതിന് ശേഷമാണ് എലിമിനേഷൻ ട്രിക്കിലേക്ക് പോകുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ ആ റൗണ്ടിൽ പോകുന്ന സമയത്ത് നോളജും ലോജിക്കും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് പോകും. ഓക്കെ, അതാണ് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 1 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് യൂഷ്വലി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ 1 മുതൽ 20 വരെ ചെയ്യും. ഓക്കെ, അത്രയും വരെ എനിക്ക് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ. ആൻഡ് ആ 20 വരെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡീപ് ബ്രീത്ത് എടുത്തിട്ട് അവിടെ നിൽക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, തമാശയായിട്ട് നമുക്ക് ഫീൽ ചെയ്യെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്സിജൻ ഇൻഹലേഷൻ ഒക്കെ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ. നിങ്ങൾ അവിടെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കും ഭയങ്കരമായിട്ട്. സോ ആ ഡീപ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഈ പറയുന്നത് പോലെ തന്നെ ചിന്തിക്കാനുള്ള പവർ കൂടും ഭയങ്കരമായിട്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് എടുത്ത് ചെയ്യാം. ഓക്കെ, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് മനസ്സിലാവും. സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സെയിം അതേ സാധനം റിപ്പീറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നോർമൽ ഹോളിൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ലൈബ്രറിയിൽ പഠിക്കുമ്പോൾ ഒരു AC ലൈബ്രറി, നോൺ AC ലൈബ്രറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് AC ലൈബ്രറിയിൽ നിന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടി പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ AC ഒരു എയർ, പോസിറ്റീവ് എയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻഹിലേഷൻ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത്, പഠിക്കാനുള്ള അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, നോർമലി ഈ പറയുന്ന ഓക്സിജൻ അറ്റ്മോസ്ഫിയർ ഉള്ളത് തന്നെയാണ്, നമ്മളത് വലിച്ചെടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്നത് പോലെ 1 മുതൽ 20 വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഈ പറയുന്ന പോലെ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ഒരു 30 സെക്കൻഡ് ഗ്യാപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ 40 സെക്കൻഡ് ഗ്യാപ്പ് എടുത്തിട്ട് ഇൻഹേൽ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഇതേ സെറ്റിലേക്ക് പോകുന്നു. അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം വരത്തില്ല. ചില ആൾക്കാർ ഒരു ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് മാക്സിമം 1 മണിക്കൂറും 5 മിനിറ്റും അല്ലെങ്കിൽ 1 മണിക്കൂറും 6 മിനിറ്റ് മാക്സിമം പോകുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ടാവും. പണ്ടത്തെ കാലം പോലെയല്ല, പണ്ട് കാലത്ത് നമ്മൾ പറയും 100-ൽ 90-ന്റെ മുകളിൽ അറ്റൻഡ് ചെയ്ത് പോകണം എന്നുള്ളത്. അത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫ്രീക്വൻസിയുടെ നോഷനായിട്ട് പോകരുത് എന്നുള്ളത്. അതായത് ക്വസ്റ്റ്യൻസ് ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും, ഞാൻ 95 അറ്റൻഡ് ചെയ്യും, 96 അറ്റൻഡ് ചെയ്യും, 98 അറ്റൻഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ബ്ലൈൻഡ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് നല്ലപോലെ നെഗറ്റീവ് വരും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് വരുന്ന ടെൻഡൻസി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പോൾ 100 ക്വസ്റ്റ്യനിൽ നിങ്ങൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വിടാനുള്ള മടി തോന്നും. പക്ഷേ 20 എണ്ണത്തിലുള്ള സെറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അത് അവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ നിന്നോട്ടെ, ഒന്നും നോക്കണ്ട. അപ്പൊ ടോട്ടലി വരുമ്പോൾ നിങ്ങളുടെ 10 ക്വസ്റ്റ്യൻസ് ഇപ്പൊ 90 ക്വസ്റ്റ്യൻ ഒക്കെ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ ഓക്കെ, ഫാർ ഫൈൻ. ഓക്കെ, ഒരിക്കലും നിങ്ങൾ 80-ന് താഴേക്ക് അങ്ങ് വരാതിരുന്നാൽ മതി. 80-ന് താഴേക്ക് ആ റേഞ്ചിലേക്ക് എത്തിക്കാതിരുന്നാൽ അത് ഭയങ്കര റിസ്ക് എലമെന്റ് ഉണ്ടാക്കും. പക്ഷേ 80, 85-ന്റെ മുകളിലൊക്കെ അറ്റൻഡ് ചെയ്താലൊക്കെ സേഫ് ആയിട്ടുള്ള സോൺ തന്നെയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റിന്റെ പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയാണെന്നുള്ളത്. ക്വസ്റ്റ്യൻസ് ടഫ് ആണോ ഈസി ആണോ എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആദ്യമേ ചാടി കയറിട്ട് ഞാൻ 95 അറ്റൻഡ് ചെയ്തിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ 85 അറ്റൻഡ് ചെയ്യും, ഞാൻ അത്ര അറ്റൻഡ് ചെയ്യും, ഞാൻ 65 അറ്റൻഡ് ചെയ്യുന്നുള്ളൂ, ആക്യുറസി കൂടുതലായി, ഇതൊന്നും ചിന്തിക്കരുത്. UPSC-ന്റെ ആൻസർ കീ ക്വസ്റ്റ്യൻ തെറ്റുണ്ട്, ആൻസർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. UPSC എപ്പോഴും അങ്ങനെ വരുത്താറുണ്ട് എന്നുള്ളതാണ് എന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. സെയിം സാധനം അതേപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഹോഴ്സിന്റെ
റെമനൻസി കിട്ടിയിട്ടുണ്ട്, നമ്മൾ പഠിച്ച് പോയിട്ടുണ്ട്, ഓർമ്മയുണ്ട് കൊട്ടട എന്ന് പറയുന്നത്. പക്ഷേ UPSC പറഞ്ഞു അതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ക്വസ്റ്റ്യൻസ് വേർഡ് ബൈ വേർഡ് വായിച്ചാൽ അത് മനസ്സിലാവും നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത്. അതേപോലെ തന്നെയാണ് വോട്ടിംഗ് റൈറ്റ് ഇസ് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നത്. കാരണം വോട്ടിംഗ് റൈറ്റ് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണെന്ന് ഒരുപാട് കാലത്ത് സുപ്രീം കോടതി പറയുന്നുണ്ട്. ബട്ട് UPSC said it's a constitutional right under ആർട്ടിക്കൽ 326. അത് കൃത്യമായിട്ട് പറയുന്നുണ്ടെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇല്ല, എന്നാൽ പോലും പിന്നീട് ഈ പറയുന്നത് പോലെ അത് പറയുന്നുണ്ട്. ഇപ്പോഴും ഈ പറയുന്ന പോലെ ഡിബേറ്റ് നടക്കുന്നതാണ്. അക്കോർഡിംഗ് ടു UPSC ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഓക്കെ, അതുകൊണ്ട് അതും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ഭാഗങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഹൈ ആക്യുറസിയിൽ ഞാൻ ചെയ്തു തരുന്നുള്ള സാധനം GS 1 നടക്കാൻ സാധ്യത കുറവാണ്. GS 2 ചിലപ്പോൾ നിങ്ങൾക്ക് നടക്കുമായിരിക്കും കുറച്ചുകൂടി. ഓക്കെ, GS 1 അത് വളരെ കുറവാണ്. GS 2 എക്സ്പെഷ്യലി മാത്സിൽ നടക്കുമായിരിക്കാം. കോംപ്രഹെൻഷനിൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഓവറായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ട. നിങ്ങൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള നിങ്ങൾ ചാടിക്കറി മാർക്ക് ചെയ്തിട്ട് വരണ്ട. ഈ പറയുന്ന പോലെ പല ലോജിക്കുകളുണ്ട്, അതിലേക്കൊന്നും പോകണ്ട. ഓക്കെ, നിങ്ങൾ നമ്പർ ഓഫ് അറ്റംപ്റ്റ് കുറവാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, എലിമിനേഷൻ ടെക്നിക് ഒക്കെ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്തെങ്കിൽ പോയാൽ മതി. കാരണം കട്ട് ഓഫ് ഇപ്പോഴും വരുന്നത് 75. ഏറ്റവും മാക്സിമം കട്ട് ഓഫ് എന്ന് ഇത്രയും കാലമായിട്ട് 116 ആണെന്ന് എൻ്റെ അറിവ്. അതും 2018. അതാണെങ്കിൽ പോലും എത്ര വരുന്നുണ്ട്? 62 എടുത്താലും 124 വരുന്നുള്ളൂ. അപ്പോൾ 58 റേഞ്ചിലല്ലേ നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിയാക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ അത്ര വലിയൊരു ടാസ്ക് ആയിട്ടല്ല UPSC ഇതിനെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാക്സിമം അറ്റൻഡ് ഞാൻ പറയില്ല. നിങ്ങളൊരു 85 നമ്മൾ എപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ 90 അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ആ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയേക്കുക എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് റിമൂവ് എക്സാം സ്ട്രെസ് ബൈ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഓക്കെ, ഇതും ഈ പറയുന്നത് പോലെ തന്നെ വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വരുത്തും, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സ്പേസ് കൂടും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഗ്യാപ്പും കിട്ടും. ഓക്കെ, പക്ഷെ അതിനർത്ഥം ഈ പറയുന്നത് ബ്രീത്ത് ചെയ്യുന്ന പോലെ നിങ്ങൾ വെള്ളം കുടിക്കേണ്ട. അപ്പൊ വാഷ്റൂം പോകേണ്ടി വരും. അതിനൊന്നും ചില എക്സാം ഹോളിൽ ആൾക്കാരെ സമ്മതിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിച്ചിട്ടൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് യൂഷ്വലി അറിയാം, നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ പറയുന്നത് പോലെ തന്നെ ഭയങ്കര പരവേശമുള്ള ആള് വെള്ളം കുടിക്കുമ്പോൾ സമാധാനത്തോടെ വരുന്നത്. ആ ഒരു ഫിഗർ അവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഈ സിനിമ ഓർമ്മയില്ല, ചന്ദ്രലേഖ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ ചാടിക്കറി വരുന്ന ഒരു സീനില്ലേ, വെള്ളം കുടിക്കുന്ന ചാടിക്കരുത്. കാരണം നമ്മൾ പറയുന്ന സമയത്ത് ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. ഇതൊക്കെ വർക്കൗട്ട് ആവുന്ന ഫെസിലിറ്റീസാ. നിങ്ങൾക്ക് ചെറിയൊരു ചേഞ്ച് വരുത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഔട്ട്പുട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അത് കൂടാതെ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത് വിഷ്വലൈസേഷൻ ഓഫ് ടെക്നിക് ആണ്. വിഷ്വലൈസേഷൻ ടെക്നിക് എന്ന് പറയുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഞാൻ വിഷ്വലൈസ് ചെയ്യും എന്താണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ആ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലിലേക്ക് സാധനങ്ങൾ കണക്ട് ചെയ്യും. നമ്മുടെ ചുറ്റുപാടുള്ള സാധനങ്ങൾ കണക്ട് ചെയ്യും. നമുക്ക് അത് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് കണക്ട് ചെയ്യാം, പോളിറ്റി നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളതൊരു ഇമാജിനറി പെർസ്പെക്റ്റീവിൽ കാണുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കും. ഓക്കെ, അതൊരു മെത്തേഡാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരു രീതിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരാളുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അയാളോട് പറഞ്ഞാൽ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്ത് മറ്റൊരാൾക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എലിമിനേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പോവുക. നോളജ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് ഇതെന്തുകൊണ്ടല്ല എന്നുള്ള സാധനം കൂടി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് പോവുക. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഒന്നും കൂടി ഉറപ്പിക്കാൻ സാധിക്കും. നമ്മൾ ഒന്ന് അവിടുത്തെ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കരമായിട്ടുണ്ട്. രണ്ടാമത്തത് നമുക്ക് ഈ പറഞ്ഞ പോലെ വരച്ച് നമുക്ക് എളുപ്പത്തിൽ പോകാൻ സാധിക്കും. ഓക്കെ, നമുക്ക് എല്ലാ പോർഷൻസും അണ്ടർലൈൻ ചെയ്തിട്ട് പോകാൻ സാധിക്കും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് വരും പേപ്പറുകളിലേക്ക് എത്തുന്ന സമയത്ത്. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യത. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് എക്സാമിനേഷൻ ഹാളിലേക്ക് മാത്രമല്ല, മുമ്പ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു 1 വീക്ക് ഉണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ മതി. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ദിവസത്തേക്ക് വരുന്ന സമയത്ത് 2021, 2022, 2023 ഈ 3 വർഷത്തെ പേപ്പർ നിങ്ങൾ കറക്റ്റ് എക്സാമിനേഷൻ ടൈം എന്താണോ UPSC നിൽക്കുന്നത് അതേപോലെ തന്നെ ചെയ്തിട്ട് പോയാൽ മതി. എക്സാമിനേഷൻ ഡേ ഒരു പ്രത്യേക ഡേ ആയിട്ടൊന്ന് കൺസിഡർ ചെയ്യേണ്ട. എന്താണോ നിങ്ങൾ നോർമൽ ഡേ ചെയ്യുന്നത് അതേപോലെ തന്നെ അഭ്യാസം ചെയ്താൽ മതി. അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ നിൽക്കണ്ട. ഓക്കെ, അതിന് മുൻപ് ഈ പറയുന്നത് പോലെ ഈ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അതേ പാറ്റേണിൽ തന്നെ ചെയ്തു പോകുന്നത്. കാരണം നിങ്ങൾക്ക് UPSC ക്വസ്റ്റിന് ഒരു ടച്ച് വരുന്നതായത് എനിക്കറിയാം. 21, 22, 23 നിങ്ങൾ ബൈ ഹാർട്ട് പോലെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കുന്നു എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അത് മതി. ഓക്കെ, ആ ഒരു ഐഡിയ ഇപ്പൊ കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം, കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കൺവേ ചെയ്തുതരാം. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് നിങ്ങൾ ആ ഭാഗം ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടോട്ടലി പോയിന്റ്സുകളിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത്തത് എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്കാണ്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനുള്ള ഒരുപാട് സ്റ്റക്ക് ചെയ്ത് നിൽക്കണ്ട. ഓക്കെ, ഈഗോ ഒഴിവാക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത റൗണ്ടിൽ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പേസ് ഇട്ടേക്ക്. രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ തിരിച്ചു വരുമല്ലോ. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്താൽ ആ സമയത്തേക്ക് നിങ്ങൾ അത് നോക്കിയാൽ മതി. ഓക്കെ, അതിന്റെ വേറൊരു ഐഡിയ കൂടി എന്തുകൊണ്ടാണ് അത് അഡ്വാൻറ്റേജ് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നുള്ളത് അത് ഞാൻ പറഞ്ഞു. ഈ പ്രീവിയസ് കൺഫ്യൂർ ആയിട്ടുള്ള നോഷൻസ് ഒഴിവാക്കുക. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലെ എന്ത് വേണ്ട, ഡോണ്ട് പ്രെഡിക്ട് ദി ഡിഫിക്കൽട്ടി ലെവൽ റീഡിങ് ഫസ്റ്റ്
10 to 20 ക്വസ്റ്റ്യൻസ്. നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രശ്നം അതാണ്. ഒട്ടുമിക്ക പേപ്പറുകളിലും വരുന്ന സമയത്ത് ആദ്യത്തെ 10 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നിങ്ങൾക്ക് ടഫ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. പെട്ടെന്ന് നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ചില സ്ട്രോങ് ഏരിയാസ് ഉണ്ടാവും, നിങ്ങൾ പഠിച്ച് നല്ലപോലെ റിവിഷൻ ചെയ്തിട്ടുള്ള സ്ട്രോങ് ഏരിയാസ് ഉണ്ടാവും. പണ്ടത്തെ പോലെ അല്ല UPSC. ഇപ്പൊ UPSCന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ചെറുതായിട്ട് നാളെ പാറ്റേൺ മാറ്റാം. ഓക്കെ, അങ്ങനെ മാറ്റാൻ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഈ പാറ്റേണിൽ പറയുന്നത് ഇപ്പൊ പൊളിറ്റിക് ക്വസ്റ്റ്യൻസ് ഒരു ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് അടുപ്പിച്ചായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുപോലെ ഹിസ്റ്ററി അടുപ്പിച്ചായിരിക്കും കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ ഇപ്പൊ പൊളിറ്റി ആണെന്ന് വിചാരിക്കുക. പൊളിറ്റി ആയിരിക്കും മെജോറിറ്റി ആൾക്കാർക്കും അറിയാവുന്നത്. അപ്പൊ ആ ഭാഗം നിങ്ങൾ ചെയ്ത് തുടങ്ങിയാലും കുഴപ്പമില്ല. അത് 1 മുതൽ തുടങ്ങണമെന്നില്ല. ഇപ്പോൾ പൊളിറ്റി 25 മുതലാണ് വരുന്നത്. 25 മുതൽ നിങ്ങൾ ആ ഭാഗം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനീഷ്യൽ സ്റ്റാർട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങൾ വേണമെങ്കിൽ ആദ്യം ആ സെറ്റിൽ ചെയ്ത് പോകുന്നതിലൊന്നും തെറ്റില്ല, അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുള്ളൂ. ബിക്കോസ് നിങ്ങൾ ആദ്യം തന്നെ ഈ ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്ന് അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട് പലപ്പോഴും. ഞാനത് വായിക്കാതെ പോയി, ഞാനത് കാണാതെ പോയി നമ്മൾ ചിന്തിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് എക്സാമിനേഷൻ ടൈമിൽ ഈ പറഞ്ഞ പാറ്റേൺ ചെയ്ത് പോരുത്. അതിന് മുൻപേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അവിടെ പോയിട്ട് നിങ്ങൾ വേറെ മാറ്റങ്ങളൊന്നും വരുത്തരുത്. എന്ത് രീതിയാണെങ്കിലും നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുള്ള പ്രാക്ടീസ് ചെയ്തുള്ള മെത്തേഡ് തന്നെ പോവാം. ഓക്കെ, എന്താ പറഞ്ഞത്, നെവർ അസ്യൂം എനി പാറ്റേൺ. ഓക്കെ, അത് ഇല്ലോജിക്കലാണ് എക്സാമിനേഷൻ ഹോളിൽ. നിങ്ങൾ പാറ്റേൺ അസ്യൂം ചെയ്യുന്നു, ഞാൻ മുമ്പേ ഈ പാറ്റേണിൽ വരുന്നു, ആ പാറ്റേണിൽ വരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങളെ മാർക്ക് കുറയ്ക്കും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു പോയിന്റ് പറഞ്ഞ് ഫോക്കസ് ഓൺ കീവേഡ്സ്. ഓക്കെ, കീവേഡ്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഭാഗം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് സില്ലിവിസ്റ്റിക്സിൽ വരുന്നതാണ്. ഇത് തന്നെ ചിലപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് തെറ്റുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാം കറക്റ്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ചിലപ്പോൾ നോട്ട് കറക്റ്റ് എന്നൊക്കെ ക്വസ്റ്റ്യൻ തരും. അപ്പൊ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ അണ്ടർലൈൻ ചെയ്തങ്ങ് പോയേക്കാം. ആ ഒരു ഭാഗമുണ്ട്, ഇതാണ് വരുന്നത്, സൈഡിൽ ചിലപ്പോൾ സൈഡിൽ കറക്റ്റ് ആണ് എന്നുള്ള അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണെന്ന് എഴുതി നിങ്ങൾ കൺവീനിയൻസ് പോലെ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ആ സമയത്ത് അങ്ങനെ തെറ്റുന്ന ക്വസ്റ്റ്യൻസും കുറെ കൂടുതലായിരിക്കും. ആ കൈൻഡ് ഓഫ് സില്ലി മിസ്റ്റേക്സ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ പറയുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അണ്ടർലൈൻ ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇവിടെ ശരിക്കും ചെയ്യേണ്ട രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, ക്വസ്റ്റ്യനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനെ വായിക്കുക. പ്രോപ്പർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത ക്വസ്റ്റ്യനെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പൊളിറ്റി ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു സെക്കൻഡ്. ഓക്കെ, ഓക്കെ, ഈ ഒരു പൊളിറ്റി ക്വസ്റ്റ്യൻ കണ്ടോ? രണ്ടാമത്തെ കാണുന്നുണ്ടോ? കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ക്ലിയർ ആണോ സ്ക്രീൻ? ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഫൈൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളതാണ് അവിടെ പ്രയോറിറ്റി വരുന്നത്. ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് വായിക്കുക. ക്വസ്റ്റ്യൻസിൽ വരുന്ന സമയത്ത് അവിടെ കോമ ഉണ്ടാവും, അതേപോലെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് അവിടെ കട്ട് ചെയ്ത് വായിക്കാനുള്ള സ്പേസ് തരുന്നതാണ്. അതല്ലാതെ ചുമ്മാ ഈ നമ്പർ കൂട്ടാൻ വേണ്ടി പോയിന്റ് കൂട്ടാൻ വേണ്ടി തരുന്നതല്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വായിക്കുക. അവിടെ നിങ്ങൾക്ക് നല്ലപോലെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കും. ഓക്കെ, പിന്നെ നിങ്ങളോട് ബേസിക്സ് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പും പറഞ്ഞു ബേസിക്സ് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചത്. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത് കംപ്ലീറ്റ്ലി ആ നോളജ് അറിയണമെന്നായിരിക്കില്ല. അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന എന്തോ ഒരു സാധനം ഉണ്ട്, നിങ്ങൾ അത് പിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത്. ഇത് നമ്മളെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ അല്ലേ, സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഈ സ്റ്റേറ്റ്മെന്റ് പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അവിടെ പറയുന്നത് കാരണം സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണെന്ന് സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞൊരു സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീല അടിയിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ തെറ്റാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസറിൽ എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻസിന്റെ ഫ്രെയിമിംഗ് ഈസിയാണ്. നിങ്ങൾ പാറ്റേൺ മാറ്റപ്പോൾ പേടിച്ച് പോയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നിങ്ങൾ പൊളിറ്റി ലക്ഷ്മികാന്ത് ഒക്കെ വായിച്ച് നിങ്ങൾ പേപ്പറിലേക്ക് വരുമ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്നത് പോലെ തന്നെ പ്രസൻസ് ആക്ടിനെ കുറിച്ചാണ്. നിങ്ങൾ ലക്ഷ്മികാന്തിൽ ഇതൊന്നും വായിച്ചിട്ടില്ല, പൊളിറ്റിയുടെ പാർട്ടാണ്. ഓക്കെ, ലക്ഷ്മികാന്തിന് ഈ പറയുന്നത് പോലെ ഈ പ്രസൻസ് ആക്ട് ഒന്നും ആഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നാളെ ഇത് വരും, അതിപ്പോ അത്രയും ഫാക്ച്വൽ ഇൻഫർമേഷൻ അപ്പൊ പഠിച്ചൊക്കെ വിചാരിച്ച് നടക്കില്ല. പ്രാക്ടിക്കൽ ഏതാണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ അറിയണം നിർബന്ധമില്ല. കാരണം പ്രസൻസ് ആക്ട് നിങ്ങൾ അത്രയും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം എന്നൊന്നും അവർ നിങ്ങളെടുത്ത് പ്രതീക്ഷിക്കില്ല. ഓക്കെ, അപ്പൊ അതിനർത്ഥം ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനം കിടക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, സെന്റൻസ് നല്ലപോലെ വായിക്കുന്നു. അവിടെ തന്നിരിക്കുന്ന കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആണ്, അത് വായിച്ചു. ഞാൻ വായിക്കുന്നത് പോലെ തന്നെ നോക്കുക, സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ തന്നിരിക്കുന്നത് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും എനിക്ക് മനസ്സിലായി. ഞാൻ ക്വസ്റ്റിലേക്ക് പോകുന്നു. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് 1ലേക്ക് പോകുന്ന സമയത്ത് ഇൻ ഇന്ത്യ അവിടെ കട്ട് ചെയ്തു. പ്രിസൺസ് ആർ മാനേജ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് വിത്ത് ദെയർ ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇതൊരു PYQ ആണ്. 2023 ചോദിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ക്വസ്റ്റൻ ആണ്, 20 വർഷത്തെ ക്വസ്റ്റൻ ആണ് ഞാൻ കാണിച്ചത്.
2022 ഇതേ സെയിം ക്വസ്റ്റ്യന്റെ പാറ്റേൺ ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്? ആ സമയത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് പ്രസിഡൻസിനെ മാനേജ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്നുള്ളത്. ഓക്കെ, അന്നത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അന്നത്തെ വൺ വേർഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്, സ്റ്റേറ്റ് ഗവൺമെന്റ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ 2022 നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ അതേ സെയിം സാധനം കട്ട് ചെയ്തോടെ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി ഇതല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ സ്റ്റേറ്റ്സിലും ഈ പ്രിസണേഴ്സ് കിടക്കുന്നുണ്ടല്ലേ, സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സെന്റൻസ് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇത്രയും ഭാഗത്ത്? അത് കട്ട് ചെയ്ത് അവിടെ വേറൊരു കാര്യം കൂടി പറയുന്നത് ഫോർ ദി ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രിസൺസ്. ഓക്കെ, ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രിസൺസ് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് റെഗുലേഷൻസ് ആൻഡ് റൂൾ എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ സിംപ്ലി ഇത് ശരിയാണ്, നമുക്ക് നോർമലി ഒന്ന് വായിക്കാൻ നമുക്ക് ഇത് ശരിയാണെന്ന് കിട്ടുന്നുണ്ട്, കാരണം ഓൾറെഡി അത് PYQ ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷന്റെ റെഗുലേഷനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് എടുക്കാൻ സാധിക്കുമോ? സെൻട്രൽ ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വെക്കാൻ സാധിക്കുമോ? ഇവിടെ ഹോം മിനിസ്റ്റർ വിളിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താണ് ഈ പറഞ്ഞ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്, നാളെ ഈ ജയിൽ ചപ്പാത്തിക്ക് വരും, നാളെ ജയിൽ ഇഡ്ഡലി ഉണ്ടാക്കിയാലോ എന്ന് വിളിച്ചു വെക്കുമോ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷന്റെ പാർട്ടായിട്ട്? അങ്ങനെ പോസിബിലിറ്റി ഉണ്ടോ? അപ്പൊ എന്തായിരിക്കും, സ്റ്റേറ്റിന് അതിൻ്റെതായിട്ടുള്ള റെഗുലേഷൻസ് റൂൾ ഉണ്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നുണ്ടാവുക? അത് ഈസിലി പെട്ടെന്ന് മാറ്റാൻ പറ്റും. ഓക്കെ, ഡിപ്പെൻസ് ഓൺ സ്റ്റേറ്റ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഗൈഡ് ലൈൻസ് ചിലപ്പോൾ കൊടുക്കുകയായിരിക്കാം. ഓക്കെ, അതല്ലാതെ എന്താണ് ഈ പറയുന്നത് പോലെ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ഈ സെന്റൻസ് നമുക്ക് കറക്റ്റ് ആണെന്നുള്ളത് നോർമൽ രീതിയിൽ കിട്ടുന്നുണ്ടല്ലോ വായിച്ചിട്ട്? ആർക്കും കൺഫ്യൂഷൻ ഉണ്ടോ? നോർമലി ലോജിക്കലി ആ സെന്റൻസ് കറക്റ്റ് ആണ്. ഡൗട്ട് ഉണ്ടോ ഞാൻ വായിച്ച രീതി? ഓക്കെ, യൂഷ്വലി ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഫൈൻ. ഓക്കെ, രണ്ടാമത്തെ സെന്റൻസിലേക്ക് പോകുന്ന സമയത്ത് അതിനകത്ത് പറയുന്നത് എന്താണ്, അത് ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. ഒരു സെക്കൻഡ്. രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ പോകുന്നു, വായിക്കുന്ന സമയത്ത് എന്താണ്, ഇൻ ഇന്ത്യ അതേപോലെ തന്നെ അവരും പറഞ്ഞേ പ്രിസൺസ് ആർ ഗവേൺഡ് ബൈ പ്രിസൺസ് ആക്ട് 1894. ഇത് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആക്ട് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രിസൺസ് ആക്ട് 1894 ഒരു ആക്ടിനെ കുറിച്ച് അവർ പറയുന്നു, അവിടെ നിൽക്കട്ടെ. വിച്ച് എക്സ്പ്രസ്ലി കെപ്റ്റ് സബ്ജക്ട് ഓഫ് ദി പ്രിസൺസ് ഇൻ ദി കൺട്രോൾ ഓഫ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. ഓക്കെ, ഇവിടെ പറയുന്നത് പ്രിസൺസ് ആക്ട് 1894 എന്ന് പറയുന്നത് ബ്രിട്ടീഷിന്റെ സമയത്താണ്. നിങ്ങൾക്ക് അറിയാലോ 1894. ആ കൺഫ്യൂഷൻ അത് എല്ലാവർക്കും ധാരണയുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ആ സമയത്ത് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ധാരണയുള്ളതാണ്. ഇവിടെ പറയുന്നത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എന്നാണ്. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇപ്പൊ ഒന്ന് നോക്കി, ഇവിടെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടോ? സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്? കൺഫ്യൂഷൻ ഉണ്ടോ ആ ഭാഗത്ത്? ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരേ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ആക്ടിന്റെ കാര്യം മാത്രമല്ലേ വന്നിട്ടുള്ളൂ. ആ ഒരു ആക്ട് ഒന്നും അങ്ങനെ ചാടിക്കയറി അവർ ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കുക, അവിടെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സോ എക്സ്ട്രീം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോർമൽ രീതിയിലാണ് അത് കിടക്കുന്നത്. രണ്ടിലും ഒരേ കാര്യമാണ് കൺവേ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇത് ശരിയാണ്, ഇത് ശരിയായിരിക്കുമല്ലോ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ ആ ഭാഗത്ത്? ഞാൻ അത്രയും പറഞ്ഞതിൽ ആകെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ആക്ട് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 1894 1895 എന്ത് തരേണ്ട ആവശ്യമുണ്ട് അവർക്ക് എന്നുള്ളത്? നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് സാധനങ്ങളെ നിങ്ങൾ അവിടെ ഫിറ്റ് ചെയ്യുള്ളൂ, അതല്ലാതെ അവരവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അതല്ലാതെ അവരവിടെ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾ തെറ്റിക്കത്തൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടും കറക്റ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും എന്താണ്, ഒരേ കാര്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആൻസർ എന്തേ വരുള്ളൂ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. കൺഫ്യൂഷൻ ഉണ്ടോ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞതിൽ? ഓക്കെ, ഫൈൻ. അത്രയും ഭാഗത്ത് ഓക്കെ അല്ലേ? അപ്പോൾ അവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഈ പറയുന്നത് പോലെ സെന്റൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് തന്നെ പ്രോപ്പർലി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ആ രീതിയിൽ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് 50-50 എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റണം. ഓക്കെ, കാരണം നിങ്ങൾ 50 എത്തിക്കഴിഞ്ഞു. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ലോജിക്കും കാര്യങ്ങളും ഉപയോഗിച്ച് ഒരു നോർമൽ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരു 20 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 ക്വസ്റ്റ്യൻസോളം എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഈവൻ നിങ്ങൾ 10 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, 10 ക്വസ്റ്റ്യൻ വരുമ്പോൾ 20 നെഗറ്റീവ് വരുമ്പോൾ എത്ര ആയിരിക്കും, 6 കൂട്ടിക്കും നിങ്ങൾ 14. അപ്പോഴും 15ന്റെ മുകളിൽ നിങ്ങൾക്ക് മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, 20 ക്വസ്റ്റ്യൻ നിങ്ങൾ 50-50 ചെയ്ത് 10 തെറ്റി 10 ശരിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ. എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾ ആൻസറിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് തന്നെ ഉണ്ടാവും. ഓക്കെ, അവിടെ നിങ്ങൾ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പാടുള്ളൂ. ബ്ലൈൻഡ് ആയിട്ട് ചാടി കയറി കുത്തരുത്. നമ്മൾ എന്തെങ്കിലും ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ റൗണ്ടിന്റെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ നോളജ് ഉപയോഗിക്കുക. നോളജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത് നിങ്ങൾ ആൻസറിലേക്ക് എത്തുക. ലോജിക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് വെക്കുക. ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൻസർ എത്താൻ പറഞ്ഞ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് പോവുക.
ഓക്കെ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 25-30 ആൻസർ കിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന പോലെ മാർക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ടുള്ള നമ്പർ വെച്ചിട്ട് അതേ നമ്പർ കിട്ടിയില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത്രയും നിങ്ങൾ ആ റേഞ്ചിൽ കിട്ടുള്ളൂ നിങ്ങൾക്ക്. ബാക്കി നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ലോജിക്കൽ എലിമിനേറ്റ് എന്ന സാധനം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ലോജിക്ക് കണ്ടുപിടിക്കുക. കാരണം അവിടെ നിങ്ങൾ ഓൾറെഡി എക്സാമിനേഷൻ പാറ്റേണായിട്ട് ടച്ച് ആയി, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തായിരിക്കാം, കുറച്ചും കൂടി ഒരു ഐഡിയ വരും. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് വരും എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പേപ്പറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറയുന്നത് പോലെ തന്നെ ആൻസേഴ്സ്, ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചില ക്വസ്റ്റ്യന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരുന്ന രീതിയൊക്കെ കാണാറുണ്ട്. ഓക്കെ, അങ്ങനത്തെ ടെൻഡൻസി ഈ പറയുന്നത് പോലെ തന്നെ UPSC ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2020 or 2021 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ആ സമയത്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു വിച്ച് ഓഫ് ദി ഫോളോയിങ് സൈറ്റ് ഈസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾക്കറിയാം, ചാൻഹുദാരൻ, കോഡ്ഡിച്ചീൻ എല്ലാവരും പഠിക്കുന്നതാ. പക്ഷെ സോഹാപുരം, റസൽപൂർ നിങ്ങൾ ആരും പഠിച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത്. ഓക്കെ, ആ സമയം തന്നെ 8ാമത് ആ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലീവ്സ് കൾച്ചറൽ ഇൻസ്ക്രിപ്ഷൻ ഓഫ് റെയ്നോ അശോക. തന്നിരിക്കുന്നത് അശോകന്റെ സൈറ്റ് ആണെന്ന് ഓൾറെഡി അവർ പറഞ്ഞു. ഓക്കെ, അതിനകത്ത് അശോകന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുള്ള ഏതാണെന്നാ ചോദിച്ചത്. ഓക്കെ, സോഹാഗർ ഓൾറെഡി അവർ പറഞ്ഞു അശോകൻ സൈറ്റ് ആണെന്ന് ആസ് പെർ UPSC. അപ്പൊ ഇത് നോട്ടല്ലേ ചോദിച്ചത്, അപ്പൊ ഇതായിരിക്കില്ലേ പോസിബിലിറ്റി ആൻസർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ തന്നെ സെയിം ഓപ്ഷൻസ് പല തവണകളായിട്ട് കാണും. ചില ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്ലിക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് വരും. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? ഡൺ? എന്തെങ്കിലും കൺഫ്യൂഷൻ? ഇത്രയും പറഞ്ഞാൽ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോ. തേർഡ് റൗണ്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അത്രയും മാർക്കൊക്കെ കുറവാണ്, അത്രയും കുറവാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള പല ഐഡിയാസ് നിങ്ങൾ യൂസ് ചെയ്ത് ചെയ്തോ, അത് ഞാൻ പറയും. അപ്പോൾ ഓക്കെ, അല്ലാതെ നിങ്ങൾ അങ്ങനെ ചാടിക്കയറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സേഫ് സോണിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ തേർഡ് റൗണ്ടിൽ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ പോകരുത്. ഓക്കെ, ഇപ്പോൾ ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് നിൽക്കുവാണ്, ബാക്കി നിങ്ങൾക്ക് ധാരണയൊന്നുമില്ല എന്ന് നിങ്ങൾ ചാടിക്കയറി ആൻസറിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി സേഫിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകണ്ട. ഓക്കെ, സോ തേർഡ് റൗണ്ടിലേക്ക് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം സെലക്ട് ചെയ്ത് പോയാൽ മതി. നമുക്കറിയാലോ നമ്മൾ ചെയ്യുന്നത് ഏതാണെന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് പോകാം. ബേസിക്കലി മുമ്പ് പറഞ്ഞു, നോളജ് ഇസ് ദി പവർ. വിച്ച് നോളജ് മെൻഷൻ ദാറ്റ് ബേസിക് നോളജ് ഇസ് ദി പവർ ഞാൻ പറയും. വേറൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ, നോളജ് അല്ല, ബേസിക് നോളജ് ആണ് ഇതിൻ്റെ അകത്തുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കാരണം ബേസിക് നോളജ് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ബേസിക് നോളജ് വെച്ചിട്ടാണ് നിങ്ങൾ എക്സാമിനേഷൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എലിമിനേഷൻ ആസ്പെക്ട് വർക്ക്ഔട്ട് ആവാൻ പോകുന്നത്. നിങ്ങളുടെ ലോജിക്ക് പോലും വർക്ക്ഔട്ട് ആവാൻ പോകുന്നത് ബേസിക് നോളജ് വെച്ച് മാത്രമായിരിക്കും. അതും കൂടി ആലോചിക്കുക. ഓക്കെ, ഈ ബേസിക് നോളജിന് പ്രയോറിറ്റി കൊടുത്ത് രണ്ടാമത് കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ ലോജിക്കൽ എലിമിനേഷൻ എന്ന് പറയുന്നത്. കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ പാറ്റേൺ തന്നെ. പൊളിറ്റി ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ഈ ഒരു പാറ്റേൺ ഇന്ത്യൻ പ്രസിഡൻസ് ആക്ട് ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇപ്പോ അല്ല. ഓക്കെ, നമ്മൾ ആലോചിച്ച് വായിച്ചിട്ട് നമുക്ക് കിട്ടിയതാണ് അല്ലേ? ആ ഒരു രീതി തന്നെയാണ്. അതേപോലെ തന്നെ അവിടെ നോക്കിയേ, ഇൻ ദി എസെൻസ് ഓഫ് വാട്ട് ഡസ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ മീൻസ് എന്നാണ് ചോദിച്ചത്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് എൻ ഐഡിയ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് അറിയാവുന്നതാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോയും പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ സെപ്പറേറ്റ് കോൺസെപ്റ്റ് ആണ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബേസിക് നോളജ്. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 14 ആണ്. സ്പെസിഫിക്കലി ഒരു ആർട്ടിക്കിൾ ആണ് പറയുന്നത്. അപ്പൊ രണ്ടും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലേ? ബേസിക് നോളജ് മാത്രമാണല്ലോ. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തേയില്ല. കാരണം അത്രയും ബേസിക്സ് ആണ്. UPSCയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടും നിങ്ങളുടെ പൊളിറ്റിയിൽ വരുന്നത് ആദ്യത്തെ 11 ചാപ്റ്ററിലെ ലക്ഷ്മികാന്തിലെ. എന്തായാലും ആ ഭാഗത്തു നിന്നൊരു 5-6 ക്വസ്റ്റ്യൻ വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ബോണസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒക്കെ വരുന്നുണ്ടാവുക. ഓക്കെ, അതിനകത്ത് ഇതേപോലുള്ള ഒരു ആസ്പെക്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അന്ന് എല്ലാവരും ഫെയർ ആപ്ലിക്കേഷൻ ഓഫ് ലോ ആണെന്ന് ആൻസർ എടുത്ത് ഞാനും വിചാരിച്ചത് ഫെയർ ആപ്ലിക്കേഷൻ ഓഫ് ലോ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇതിന്റെ ആൻസർ ഫെയർ ആപ്ലിക്കേഷൻ ഓഫ് ലോ അല്ല. ഓക്കെ, ആൻസർ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അതിന്റെ റീസണും കൂടി അതിനകത്തുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, ഈ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഭരണഘടനയിലുള്ള മെജോറിറ്റി ആർട്ടിക്കിളുകളിൽ അടങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ്. നാച്ചുറൽ ജസ്റ്റിസ്. എന്താണ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്? നമ്മളെ സെന്റൻസിന് നോക്കിയാൽ മതി. നാച്ചുറലി കിട്ടുന്ന ജസ്റ്റിസ് ആണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. നിങ്ങൾ ആലോചിച്ചു, ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഫോർ എക്സാമ്പിൾ പറയാണ് ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 14, ഇതൊക്കെ നമുക്ക് നാച്ചുറലി കിട്ടുക. നമുക്ക് സംസാരിക്കാനുള്ള അധികാരം, അതേപോലെ തന്നെ റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഈക്വാലിറ്റി, ഇതൊക്കെ നാച്ചുറലി ഉള്ളതാണ്. ഓക്കെ, ആ സമയത്ത് ഭരണഘടന വന്നിട്ട് പെട്ടെന്ന് നമുക്ക് തന്നു പോയതൊന്നുമല്ല. അതിന് മുമ്പേ ഈ റൈറ്റ് ഉണ്ട്. പല ആൾക്കാർ അത് കൺട്രോൾ ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടാതെ. ദാറ്റ്സ് നോട്ട് ആസ് നാച്ചുറൽ ജസ്റ്റിസ്. പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് NGT വർക്ക് ചെയ്യുന്നത്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അവിടെ നാച്ചുറൽ ജസ്റ്റിസിന് അവർ ഫോളോ കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക.
ഓക്കെ, ഭരണഘടനയിലുള്ള മെജോറിറ്റി സ്ഥാനങ്ങൾ ഇത് അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അന്നത്തെ ആൻസർ ഇത് വന്നത്. സോ നമുക്ക് ലോജിക് അപ്ലൈ ചെയ്യാം അവിടെയും. 50-50 ഒന്ന് ലോജിക് അപ്ലൈ ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു. ഓക്കെ, ഈ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെങ്കിൽ പോട്ടെ അടുത്തിലേക്ക്. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ പറഞ്ഞതിൽ? കൺഫ്യൂഷൻ എന്തെങ്കിലും അപ്പൊ ചോദിച്ചേക്കണം, നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോകാം. ഓൺ ചെയ്തിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഒരു ലോജിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത് യൂസേജ് ഓഫ് ക്വാളിഫയർ എന്നുള്ളൊരു പാർട്ടാണ്. UPSC പേപ്പറിലേക്ക് വരുന്ന സമയത്ത് അവരിടയ്ക്ക് ക്വാളിഫയർ തന്നിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തിക്കുന്ന രീതി കാണിക്കും. ഇവിടെയാണ് നമ്മൾ ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറയുന്ന ഒരു ഭാഗം പറയുന്നത്. ഓക്കെ, അതായത് ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴും ചിലപ്പോൾ അതിനകത്ത് ക്വാളിഫയർ ആഡ് ചെയ്തിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും അവർക്ക്. ഓക്കെ, അതൊരു ക്വസ്റ്റൻ ആണ് ഇവിടെ കിടക്കുന്നത്. വിത്ത് റെഫറൻസ് ടു പീരിയഡ് ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി. ക്വസ്റ്റൻ ഞാൻ വായിച്ചു. ഗുപ്ത ഡൈനാസ്റ്റിന്റെ പറഞ്ഞു ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. ഓക്കെ, അവിടെ കോമട്ടു ടൗൺസ് ലൈക്ക് ഗണ്ടശാല, കതുര, ചൗൾ. അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ ഈ സൈറ്റുകൾ കേൾക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. 2020 ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അത്ര പരിചയമില്ല. ഇപ്പൊ അത് കറണ്ട് ന്യൂസ് സീരീസിലൊക്കെ വന്നിട്ട് നിങ്ങൾ വീണ്ടും കണ്ടിട്ടുണ്ടാവും. അതിന് മുൻപ് ഇത് ഭയങ്കര ബുദ്ധിമുട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ ഓപ്ഷൻ വരുന്നു പോർട്ട് ഹാൻഡ്ലിംഗ് ഫോറിൻ ട്രേഡ്. ഒരു നോർമൽ സെന്റൻസ് ആണല്ലോ അല്ലെ? ഒരു നോർമൽ സെന്റൻസ്, പോർട്ട് ഹാൻഡ്ലിംഗ് ഫോറിൻ ട്രേഡ്. എക്സ്ട്രീം ഒന്നുമില്ല, ഒരു സിമ്പിൾ സെന്റൻസ് ആണ്, ഒരു ജനറൽ സെന്റൻസ് ആണ്. അവിടെ നിൽക്കട്ടെ. അടുത്തത് ക്യാപിറ്റൽ ഓഫ് പവർഫുൾ കിങ്ഡം. ഇവിടെ പവർഫുൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഡൈനാസ്റ്റി, ഗുപ്ത ഡൈനാസ്റ്റിനുള്ളിൽ പവർഫുൾ കിങ്ഡംസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഗുപ്ത ഡൈനാസ്റ്റിനുള്ളിൽ കുറെ കിങ്ഡംസ് വരുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് UPSC പോകേണ്ട ആവശ്യം നിങ്ങൾ തോന്നുന്നുണ്ടോ? അവിടെയുള്ള സാമന്തമാരെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗുപ്ത ഡൈനാസ്റ്റി അറിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾ സാമന്തമാരെ കുറിച്ച് ഇത്രയും ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യം. അപ്പൊ അത്രയും ക്യാപിറ്റൽസ് വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പവർഫുൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ക്വാളിഫയർ ഒന്ന് തന്നു. അടുത്തത് പ്ലേസസ് ഓഫ് എക്സിസീറ്റ് സ്റ്റോൺ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. അടുത്ത ക്വാളിഫയർ വന്നു, രണ്ടാമത്തെ ക്വാളിഫയർ. അതായത് വളരെ മനോഹരമായിട്ടുള്ള ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആണ് എന്നുള്ള രീതിയിലേക്ക് അവിടെ തന്നു. ഓക്കെ, അതാണെങ്കിൽ നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും. ഓക്കെ, മൂന്നാമത്തത് ഇമ്പോർട്ടന്റ് ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സെന്റർ. ഓക്കെ, ആ രീതിയിലേക്ക് വന്നു അത്. ഓക്കെ, ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സെന്റർ എന്നാണ് പറയുന്നത്. എന്താ ഇമ്പോർട്ടന്റ് തരേണ്ട ആവശ്യം? ഓക്കെ, ദിസ് ഇസ് എ തേർഡ് ക്വാളിഫയർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ക്വാളിഫയർ ഇവിടെ തന്നു, രണ്ട് ക്വാളിഫയർ ഇവിടെ തന്നു, ഇവിടെ ക്വാളിഫയർ തന്നു. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളോട് പറയുന്നത് ഇതല്ല ആൻസർ എന്ന് കാണിക്കാൻ വേണ്ടി ക്വാളിഫയർ പർപ്പസിൽ ഇട്ടതാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ സിമ്പിൾ ആണ്, പോർട്ട് ഹാൻഡ്ലിംഗ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന ഭാഗം. ക്ലിയർ? ക്വാളിഫയർ ആഡ് ചെയ്ത രീതി മനസ്സിലായി. ഇതേപോലെ പേപ്പറുകളിൽ ക്വാളിഫയർ അവിടെ ഇടും. യൂസേജ് ഓഫ് ക്വാളിഫയർ എന്നാണ് അതിന് പറയാം. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്ന രീതി ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇതാണ് അടുത്തത്. നോക്കിയേ ക്വസ്റ്റ്യൻ. ഡീസ് സെൻട്രലാൻഡ്, ഫോർച്യുനേറ്റ്, റോബ്ലോക്സ്, മൈൻക്രാഫ്റ്റ് ആൻഡ് സാൻഡ് ബോക്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പേരുകൾ തന്നിട്ട് റീസെന്റ് ന്യൂസിൽ കണ്ടു എന്ന് പറഞ്ഞാണ് തരുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് ഉള്ളതാണല്ലോ, ഉണ്ട് അല്ലെ? യൂഷ്വലി നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടാവാറുണ്ട് അല്ലെ? ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? ഐഡന്റിഫൈ ദി ക്വാളിഫയേഴ്സ് ഇൻ ദിസ്. ഓക്കെ, കാണുന്നുണ്ടോ? ഞാൻ വായിക്കുന്നു. സിഗ്നിഫിക്കന്റ് ക്രിപ്റ്റോ കറൻസീസ് ഇൻ ദി യൂസ്. മേജർ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ടു പ്രിവെന്റ് മാൽവെയർ അറ്റാക്ക്. പോപ്പുലർ റോബോട്ടിക്. എന്തിനാണ് ക്രിപ്റ്റോ കറൻസി ഇൻ യൂസ് എന്ന് പറഞ്ഞാൽ പോരെ? ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പോരെ? റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം? ഓക്കെ, അപ്പൊ ഇവിടെ ക്വാളിഫയേഴ്സ് ഇട്ട് കണ്ടോ നിങ്ങൾ? ഈ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്. സോ ആൻസർ വിൽ ബിക്കം മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോം ഇൻ യൂസ്. ക്ലിയർ? ഈ ഒരു ഐഡിയ മനസ്സിലാണോ? അപ്പൊ ഈ രീതി അവർ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു മെത്തേഡ് അവർ ഫോളോ ചെയ്യാറുണ്ട്. UPSC പേപ്പറുകളിൽ ഇത് കാണും നിങ്ങൾക്ക് പല രീതികളിൽ വരുന്ന സമയത്ത്. ഓക്കെ, അടുത്തൊരു രീതി ശ്രദ്ധിച്ചാൽ മതി. ഇതേ സാധനത്തിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത മെത്തേഡ് മനസ്സിലാവും. അതിതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്രിപ്റ്റോ കറൻസി ഇൻ യൂസ്, മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോം ഇൻ യൂസ്. രണ്ടും എലൈക്ക് പോലെ തോന്നില്ലേ? എലൈക്ക് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, രണ്ടും ഒരേ രീതിയിലല്ലേ വരുന്നത്. ക്രിപ്റ്റോ കറൻസി ഇൻ യൂസ്, അതേപോലെ മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോം ഇൻ യൂസ്. ഓക്കെ, എലൈക്ക് സ്റ്റേറ്റ്മെന്റ്സ് തന്നെ പറയാം. ഒരേ രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. ഓക്കെ, അതിലേതെങ്കിലും ഒന്നാവാനാണ് സാധ്യത കൂടുതൽ. ആൻസർ പോസിബിലിറ്റീസ് ഹൈ. 100% എനിക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കില്ല അങ്ങനെയൊന്നും. അത് അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും എലൈക്ക് സ്റ്റേറ്റ്മെന്റ്സ് എന്ന രീതിയിൽ. ക്ലിയർ ആണോ? ഫസ്റ്റ് ഇസ് ഓക്കെ. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് എല്ലാവരും പറയുന്നത് പോലെ തന്നെ എക്സ്ട്രീം വേർഡ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. മോസ്റ്റ്ലി റോങ് എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തില്ല, ശ്രദ്ധിക്കുക. ഓക്കെ, അവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക കുറച്ചും കൂടി ആ സെന്റൻസിനെ. ഓക്കെ, എക്സ്ട്രീം വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രീം വേർഡ്സ്. ഫോർ എക്സാമ്പിൾ സ്റ്റഡിലി ഇൻക്രീസിങ്, സ്റ്റഡിലി ഡിക്രീസിങ്, ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ്, ഗ്രേറ്റ്ലി ഇമ്പാക്റ്റഡ്
എന്നൊക്കെ പറയുന്ന രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്, ഗ്രേറ്റ്ലി ഇമ്പാക്ടഡ് എന്ന് പറഞ്ഞ ആവശ്യമുണ്ടോ? ഇൻഫ്ലുവൻസ് ഇമ്പാക്ടഡ് എന്ന് പറഞ്ഞാൽ പോരെ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ഇപ്പൊ സ്റ്റഡിലി ഇൻക്രീസിങ്, സ്റ്റഡിലി ഡിക്രീസിംഗ് എന്നൊക്കെ പറയുന്ന എക്കണോമിക്കൽ ആസ്പെക്ട് ആണ് കൂടുതൽ വരിക. ഇന്ത്യൻ എക്കണോമിയിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് പ്രാക്ടിക്കലി നടക്കാൻ. ഓക്കെ, അതേപോലുള്ള എക്സ്ട്രീം വേർഡുകളാണ് ഓൺലി, ഓട്ടോമാറ്റിക്കലി, വെരി റീസെന്റ് എന്ന് പറഞ്ഞാൽ മതി അല്ലെ, ഇമ്മീഡിയറ്റ്ലി, ഓൾ ടുഗെദർ, ഓൾ അതേഴ്സ്, അതേപോലെ വരുന്ന എൻറ്റയർ, ത്രൂ ഔട്ട്, ഗ്രേറ്റ്ലി, ഇൻസ്ട്രുമെന്റൽ, എൻറ്റയർ, ഇതൊക്കെ വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. സെന്റൻസിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വായിക്കുക. സഡൻലി, അബ്സല്യൂട്ട്ലി, എലിമിനേഷൻ, ടെർമിനേഷൻ, ഈ വേർഡുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ്ലി, ഓക്കെ, ഇതൊക്കെ വരുന്ന സമയത്ത് തെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇതാണ് ഒരു എക്സ്ട്രീം വേർഡ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ടിലേക്ക് വരുന്നത്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ഈ ഒരു പോർഷൻ. ഇത് രണ്ടും ഹൈലി ബ്ലൈൻഡ് എന്നുള്ള രീതിയിൽ എടുക്കരുത്, ശ്രദ്ധിക്കുക ആ സാധനം വരുന്ന സമയത്ത്. ഓക്കെ, ഇതാണ് ഭാഗം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് രണ്ട് പോർഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഇത് ഓക്കെ. ആൻഡ് നമ്മളിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഈ എക്സ്ട്രീം വേർഡ് വരുമ്പോൾ എല്ലാ സമയത്തും ശരിയാവണമെന്നില്ല. ഓക്കെ, കഴിഞ്ഞ വർഷം നോക്കുന്ന സമയത്ത് ഈ എക്സ്ട്രീം ടെൻഡൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. 2023, 22, 21, 20 വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 19 ക്വസ്റ്റ്യൻ എക്സ്ട്രീം സെന്റൻസ് വന്നപ്പോൾ 13 ഈ പറയുന്നത് പോലെ ശരിയായിരുന്നു, 6 ഈ പറയുന്ന കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് റൂൾ വെച്ച് നിങ്ങൾ തെറ്റായിരിക്കും. ഓക്കെ, പക്ഷേ ഹെഡ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും വരുന്നുണ്ട്. അതിന്റെ പെർസെന്റേജ് അവിടെ പറഞ്ഞു കാണിച്ചത് 66%, 66%, 73%, 76.92%, മോർ ദാൻ 50%. ഫൈൻ, ഓക്കെ, ആ ഭാഗം ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന എക്സ്ട്രീം സെന്റൻസ് ഈസ് റോങ് എന്ന് പറയുന്നത് എലിമിനേഷൻ ടെക്നിക്കാണ്. ബട്ട് എക്സ്ട്രീം സെന്റൻസ് ഇസ് റോങ് പ്ലസ് ലോജിക്കൽ ആസ്പെക്ട് കൂടി വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ സെന്റൻസ് 2023 ഒരു സെന്റൻസ് വന്നിരുന്നു, കാർബൺ ഫൈബേഴ്സ് ആർ വൺസ് യൂസ്ഡ് കൻ നോട്ട് ബി റീപ്ലേസ്ഡ്. അങ്ങനെ പറയാൻ പറ്റുമോ? റീസൈക്കിൾഡ്? ഡെഫിനറ്റ്ലി ഇറ്റ്സ് റോങ് അല്ലെ. മോണോസൈറ്റ്സ് ഒക്കേഴ്സ് നാച്ചുറലി. എൻറ്റയർ എന്ന് പറയുന്ന ഭാഗം ഇന്ത്യൻ കോസൽ, ഓക്കെ, എൻറ്റർ എന്ന് പറഞ്ഞ ഭാഗമല്ല, ഇന്ത്യൻ കോസൽ സയൻസിന്റെ ഭാഗത്ത് എന്ന് പറയുന്ന സമയത്ത് തെറ്റി. കാരണം അത്രയും ലാർജ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആകുമ്പോൾ അവിടെ എന്ത് വരുന്നത്, അത് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. ക്ലിയർ? ഓക്കെ, അതേപോലെ തന്നെ ഓൾ കാഷ്വൽ വർക്കേഴ്സ് ആർ എൻടൈറ്റിൽഡ് എംപ്ലോയ്ഡ് ഇൻ പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, നിർബന്ധമുണ്ടോ അങ്ങനെ കവറേജ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്ന സമയത്ത്? അങ്ങനെ നിർബന്ധം പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരു കാഷ്വൽ വർക്കർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട്. ഓക്കെ, സോ നിർബന്ധം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ് എൻടൈറ്റിൽ ചെയ്യുന്നത് അവിടെ ഓൾ വരുന്ന സമയത്ത് അത് നെഗറ്റീവ് ആവുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് അത് അല്ലാതെയും വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ലൈക്ക് സറണ്ടർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ, എലിമിനേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യുക ആ സെന്റൻസിൽ, എന്നിട്ട് നല്ലപോലെ ഇത് വായിക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2011. ക്വസ്റ്റ്യൻ ഇസ് ഇന്ത്യ ഹാസ് എക്സ്പീരിയൻസ്ഡ് പെർസിസ്റ്റന്റ് ആൻഡ് ഹൈ ഫുഡ് ഇൻഫ്ലേഷൻ ഇൻ റീസെന്റ് പാസ്റ്റ്. ഇവിടെ ഫുഡ് ഇൻഫ്ലേഷനെ കുറിച്ചാണ് പറയുന്നത്. എക്സ്പീരിയൻസ് പെർസിസ്റ്റന്റ് എന്നുള്ള ഭാഗം ഞാൻ ഹൈലൈറ്റ് ചെയ്തു. രണ്ട് ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. ഇങ്ങനെ വരയ്ക്കണമെന്നില്ല, മാർക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ, സെന്റൻസ് വായിക്കുന്നു. ഡ്യൂ ടു എ ഗ്രാജുവൽ സ്വിച്ച് ഓവർ ടു ദി കൾട്ടിവേഷൻ ഓഫ് ദി കൊമേഴ്ഷ്യൽ ക്രോപ്സ്, ദി ഏരിയ അണ്ടർ ദി കൾട്ടിവേഷൻ ഓഫ് ദി ഫുഡ് ഗ്രെയിൻസ് ഹാസ് സ്റ്റഡിലി ഡിക്രീസ് ഇൻ ദി ലാസ്റ്റ് 5 year എന്ന് പറയുന്നുണ്ട്. അവസാനത്തെ 5 വർഷം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നുണ്ട്. സാധ്യതയുണ്ടോ? അത്രയും സ്റ്റഡിലി ഡിക്രീസ് ആവാൻ സാധ്യതയുണ്ടോ? ആലോചിച്ച് നോക്കുക. ഓക്കെ, നമ്മൾ പറയുന്ന എലിമിനേഷൻ ടെക്നിക് വെച്ചിട്ട് പോസിബിലിറ്റി അല്ലേ റോങ് ആവാൻ? അപ്പൊ തന്നെ വിട്ടിട്ടോ. സ്റ്റഡിലി ഡിക്രീസ് ലാസ്റ്റ് 5 year കൊമേഴ്ഷ്യൽ ക്രോപ്പ് ഡെഫിനറ്റ്ലി നോട്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും, പ്രശ്നങ്ങളൊന്നുമില്ല. സെന്റൻസ് വായിക്കാൻ അടുത്തത്. ഓക്കെ, ഇവിടെ only 1, only 2 എന്നുള്ള രീതി തന്നെ വരുന്നത് കേട്ടോ. അവിടെ നിൽക്കട്ടെ, നിങ്ങൾ അങ്ങനത്തെ സെന്റൻസിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എന്ത് പാറ്റേൺ അവിടെ നിൽക്കട്ടെ. സെന്റൻസ്, ഫോക്കസ് ഓൺ സെന്റൻസ്. ഓക്കെ, ആസ് എ കോൺസിക്വൻസ് ഓഫ് ഇൻക്രീസിംഗ് ഇൻകം. ഓക്കെ, മനസ്സിലായി. കോമ, ദി കൺസെപ്ഷൻ ഓഫ് ദി പാറ്റേൺ ഓഫ് ദി പീപ്പിൾ ഹാവ് അണ്ടർഗോൺ സിഗ്നിഫിക്കന്റ് ചേഞ്ച്. ഡൗട്ട് ഉണ്ടോ? സാലറി ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് കൺസെപ്ഷൻ പാറ്റേൺ മാറില്ലേ? സിഗ്നിഫിക്കന്റ് ചേഞ്ച് വരുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. കൂടും കുറയുന്നു പറഞ്ഞോ? ഇല്ല. നമ്മൾ യൂഷ്വലി മെയിൻസിന് എഴുതുന്ന ഒരേ പാറ്റേൺ അല്ലേ അത്? നമ്മൾ എപ്പോഴും എഴുതുന്ന ഒരു തള്ളു പോയിന്റ് ആണല്ലോ അത്. അതല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിൾ സെന്റൻസ് ഇസ് എ ജനറൽ സെന്റൻസ്. ജനറൽ സെന്റൻസ് ഇസ് റൈറ്റ്. ദർ ഇസ് നോ എക്സ്ട്രീം വേർഡ്, ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ചേഞ്ച്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് റൈറ്റ്. ക്ലിയർ? അടുത്ത് നോക്കി. ദി ഫുഡ് സപ്ലൈ ചെയിൻ ഹാസ് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ്. നമുക്കറിയാലോ അങ്ങനെ സാധനം ഉണ്ടെന്നുള്ളത്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഫുഡ് സപ്ലൈ ചെയിൻ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. വളരെ മനോഹരമായിട്ട് പോകുന്ന സാധനം. അറിയോ നമ്മൾ? ഇല്ല. സോ ദിസ് ഇസ് ഓൾസോ ജനറൽ വൺ, ജനറൽ വൺ, എക്സ്ട്രീം വൺ, ജനറൽ വൺ. സോ ഫസ്റ്റ് പോയി only 2 is correct. കൺഫ്യൂഷൻ ഉണ്ടോ ഞാൻ വായിച്ചതിൽ ആർക്കെങ്കിലും? ഡൺ. ഓക്കെ, വായിക്കുന്നത് മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ. അടുത്തത് ജോഗ്രഫിക്കൽ ആസ്പെക്ടിലേക്ക് വരുമ്പോൾ അടുത്ത ഭാഗം പറയുന്നു, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ജെറ്റ് സ്ട്രീം ഒക്കെ പഠിക്കേണ്ടത് തന്നെയാണ്.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു പോകേണ്ട പാർട്ട് തന്നെയാണ്, അത് പഠിക്കാതിരിക്കുന്നത്. എന്നാൽ പോലും ആൻസറിലേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ അത്രയും സിമ്പിൾ ആയിട്ടാണ് ജെറ്റ് സ്ട്രീമിന്റെ കാര്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ കുറവ്, അത്ര വലിയ ഡീപ്പ് കോംപ്ലക്സ് ഒന്നും ഈ പറഞ്ഞ പോലെ തന്നെ ജോഗ്രഫി ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടില്ല. ജോഗ്രഫി പറയുന്ന സമയത്ത് ജോഗ്രഫിയിൽ തന്നെ പറയുമ്പോൾ ഏകദേശം 45 മുതൽ 50% വരെ ചോദിക്കുന്നത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അവർ അതാണ് ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത്. ഓക്കെ, ആ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അവസാനത്തെ ദിവസങ്ങളിൽ റിവിഷൻ ചെയ്യേണ്ട പാർട്ടും പ്ലേസസ് ഇൻ ന്യൂസ് തന്നെയാണ് നന്നായിട്ട്. അവസാനത്തെ ദിവസങ്ങൾ നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ട പാർട്ട് ഞാൻ അവസാനം പറഞ്ഞുതരാം എന്തൊക്കെ വേണമെന്നുള്ളത്. ഓക്കെ, അതിലൊന്ന് ഈ പറയുന്നത് പോലെ തന്നെ പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. രണ്ടാമത്തെ പാർട്ട് ചോദിക്കുന്നത് ക്ലൈമറ്റോളജി ആണ് അവർ കൂടുതലും. 3 ഇന്ത്യൻ ജോഗ്രഫി. ഈ ക്ലൈമറ്റോളജി തന്നെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ക്ലൈമറ്റോളജിന്റെ 10 മുതൽ 15% ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ കണ്ടാലായി. അത് വളരെ സിമ്പിൾ ആണ് ചോദിക്കുന്നത്. ഇവിടെ ജെറ്റ് സ്ട്രീം നോക്കി, ജെറ്റ് സ്ട്രീംസ് ആർ ഒക്കേഴ്സ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ഓൺലി എന്ന് പറയുന്ന ഒരു പാർട്ട് അവിടെ കിടക്കുന്നുണ്ട്. 1. ഓക്കെ, അടുത്തത് ഓൺലി സം സൈക്ലോൺസ് ഹാവ് ഐ എന്ന് വന്നു. അതേപോലെ തന്നെ ഇവിടെ സമയത്ത് ടെമ്പറേച്ചർ ഇൻസൈഡ് ദി ഐ ഓഫ് ദി സൈക്ലോൺ ഈസ് നിയർലി 10 ഡിഗ്രി ലെസർ ദാൻ ദാറ്റ് ഓഫ് സറൗണ്ടിങ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. ഞാൻ അതിൽ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്തു, എന്നിട്ട് ഞാൻ ആൻസറിലേക്ക് പോവാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഏതാണ്, ഇതിൽ 3ലും ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട് അല്ലെ? 3ലും ഈ പറയുന്നത് പോലെ തന്നെ ഒരു കൺസേൺ കിടക്കുന്നു. ഇവിടെ എക്സ്ട്രീം ഉണ്ട്, ഇവിടെ എക്സ്ട്രീം കിടക്കുന്നുണ്ട്, ഇവിടെ എക്സ്ട്രീം കിടക്കുന്നുണ്ട്. ഇവിടെ പോസിബിലിറ്റി എത്ര ഉണ്ട്? ജെറ്റ് സ്ട്രീംസ് ആർ ഒക്കർ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ഓൺലി എന്ന് പറയും. സൗത്തേൺ ഹെമിസ്ഫിയർ ഇല്ല നമുക്ക് പറയാൻ സാധിക്കുമോ? അതോ ഇതാണോ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആണുള്ള സാധ്യത കൂടുതൽ നിങ്ങൾ നോക്കിയാൽ മതി. മോസ്റ്റ് പോസിബിൾ, കാരണം എന്തെങ്കിലും ഒന്ന് ശരിയാക്കിയാൽ ഇവിടെ പറ്റുള്ളൂ ഈ നോക്കുമ്പോൾ. ഓക്കെ, സോ പോസിബിലിറ്റി ഇതിനായിരിക്കും സാധ്യത ശരിയാവാൻ. കാരണം എന്തുകൊണ്ടാണ്? സൗത്തേൺ ഹെമിസ്ഫിയറിൽ സാധ്യത കൂടുതലാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതേപോലെ താഴോട്ട് വരുമ്പോൾ ടെമ്പറേച്ചർ ഇൻസൈഡ് ദി ഐ ഓഫ് 10 ഡിഗ്രി എന്ന് പറഞ്ഞ സമയത്ത് നമ്പർ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്പർ വന്നാൽ എപ്പോഴും നെഗറ്റീവ് ആണെന്നില്ല, പക്ഷെ ഇവിടെ ശ്രദ്ധിച്ച് ഇൻസൈഡ് ദി ഐ ഓഫ് സൈക്ലോൺ നിയർലി 10 ഡിഗ്രി ലെസർ ദാൻ ദാറ്റ് ഓഫ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇവിടെ വരുന്ന സാധനം എന്താ? ഇതൊരു ജിയോഗ്രഫിക്കൽ ഫിനോമിന അല്ലേ? 10 ഡിഗ്രി താഴെ മിഷൻ വെച്ചിട്ട് നമുക്ക് സൈക്ലോൺ ആക്കാൻ പറ്റും? അപ്പൊ പ്രാക്ടിക്കലി ഇത് റോങ് ആണ്. കോമൺ സെൻസ്. ഓക്കെ, ഒരു സെക്കൻഡ്. കണ്ടിന്യൂ. ഇത് മനസ്സിലായോ ഈ ഒരു ഭാഗം എന്താണെന്നുള്ളത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രീം എപ്പോഴും തെറ്റാവണം നിർബന്ധമില്ല, പക്ഷെ ഇവിടെ ലോജിക്ക് നമുക്ക് ഉപയോഗിച്ചപ്പോൾ അത് ഏകദേശം ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ? ഡൺ. ഓക്കെ, അടുത്തത് which one of the following statement among Sangam literature in ancient South India are correct? Sangam literature ആണ് ചോദിച്ചത്, കറക്റ്റ് ആണ് ചോദിച്ചത്, അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, ആൻസർ ഏതാ വരുന്നത് ഇതിനകത്ത്? വായിച്ചു നോക്കുക. സംഘം പോയറ്റ്സ് ആർ ഡിവോയ്ഡ് ഓഫ് എനി റെഫറൻസ് ടു മെറ്റീരിയൽ കൾച്ചർ. ഡിവോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീം ആയിട്ടാണ്. സംഘ ലിറ്ററേച്ചർ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ. കൺഫ്യൂഷൻ ഉണ്ടോ? അത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടാണ് സംഘ ലിറ്ററേച്ചർ പോയിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വരാൻ സാധ്യത, ഡിവോയ്ഡ് എന്ന് പറഞ്ഞ സാധനം വരാൻ സാധ്യതയുണ്ടോ? ബി ആണ് നിൽക്കട്ടെ, 3ലേക്ക് വേണ്ടി വരുന്നു. സംഘം പോയിന്റ്സ് ഹാവ് നോ റെഫറൻസ് ടു വാരിയറ്റിക്സ്. ഓക്കെ, 2 എലിമിനേഷൻ ടെക്നിക് ഉണ്ട്. ഒന്ന് ക്വാളിഫയർ, രണ്ടാമത്തത് എക്സ്ട്രീം. ഇതേ സാധനം തന്നെയല്ലേ ഡിവോയ്ഡിന്റെ അത് തന്നെയല്ലേ വന്നിട്ടുള്ളത്. അത് സംഘ ലിറ്ററേച്ചർ റെഫേഴ്സ് ടു മാജിക്കൽ ഫോഴ്സസ് ഇറാഷണൽ, അഗെയിൻ എക്സ്ട്രീം. ബി സെന്റൻസ് വായിച്ചു നോക്കി. ദി സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി വർണ്ണ വാസ് നോൺ ടു സംഘം പോയിന്റ്സ്. ഓക്കെ, ഈ 3 എണ്ണവും നെഗറ്റീവും ഇതൊന്ന് പോസിറ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, യുണീക്നെസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, അതും നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നതാണ്. എലിമിനേഷൻ മനസ്സിലായി. ഇതിനകത്ത് ഒരുപാട് ആസ്പെക്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. നോളജ് ഉണ്ട്, ബേസിക് നോളജിനെ സഡൻലി എത്താൻ പറ്റും. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ എക്സ്ട്രീം വേർഡ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്വാളിഫയർ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒരു പ്രശ്നമുള്ള നിങ്ങൾക്ക് അത് പിക്ക് ചെയ്യാം. സഡൻലി നിങ്ങൾക്ക് ക്യാൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, നോളജ് എന്തൊന്നും പറഞ്ഞില്ല നമുക്ക്, പക്ഷെ എന്താണ് ആ സമയത്ത് നമ്മൾ ഒന്നും ചിന്തിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, വായിക്കുന്ന സമയത്ത് കെയർഫുൾ ആയിട്ട് വായിക്കുക, എന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് ഇത് കിട്ടും. അവിടെ വായിച്ചു നോക്കി തന്നെ ജനറൽ സെന്റൻസ് അല്ലേ?
സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വർണ്ണ വാസ് നോൺ ടു സംഘം പോയിന്റ്സ്. വളരെ ജനറൽ ആണ്. ശരിയാനുള്ള സാധ്യത 90%. ബാക്കിയൊക്കെ തെറ്റാൻ സാധ്യത കൂടുതലാണ്. സോ ഐ ടേക്ക് ദാറ്റ് ആൻസർ. ക്ലിയർ? ഇതുപോലെ തന്നെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യാസ് ഡെസേർട്ട് നാഷണൽ പാർക്ക്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്? ഇവിടെ വന്നിട്ട് എന്താണ്? ദർ ഇസ് നോ ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇൻസൈഡ് ദി പാർക്ക് എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഉറപ്പിക്കാൻ സാധിക്കില്ല നമുക്ക്. പക്ഷെ ഇവിടെ പറയുന്നത് 2 ഡിസ്ട്രിക്റ്റിൽ ഉണ്ടെന്നാണ് അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ വിട്ടേക്ക്, ഇത് പോട്ടെ, ഇത് ഞാൻ നോക്കുന്നില്ല. ഓക്കെ, ഓൺലി 1, ഓൺലി 2, ഓൺലി 3 എന്നാണ് വിചാരിച്ചത് നിങ്ങൾ. അതാണല്ലോ നമ്മുടെ കൺഫ്യൂഷൻ. സ്പ്രെഡ് ഓവർ 2 ഡിസ്ട്രിക്റ്റും നോ ഹ്യൂമൻ ഹാബിറ്റേഷൻ. 2 ഡിസ്ട്രിക്റ്റിൽ ഒരു ഹ്യൂമൻ ഹാബിറ്റേഷനിൽ നിൽക്കുമോ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പൊ ഈ 2 സെന്റൻസ് എന്താണ്? ഒന്ന് ശരിയായ 2 ശരിയാവത്തില്ല, 2 ശരിയായ 1 ശരിയാവത്തില്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നല്ലേ ശരിയാവുള്ളൂ. ഓൺലി 1 സെന്റൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമല്ലോ. അടുത്ത നോക്കുന്ന സമയത്ത് ഇറ്റ് വൺ ഓഫ് ദി നാച്ചുറൽ ഹാബിറ്റ് ഓഫ് ഗ്രേറ്റ് ഇന്ത്യൻ മസ്റ്റർഡ്. അറിയാലോ, വളരെ ബേസിക്സ്. ടു ഓൺലി സെന്റൻസ് ടു ഓൺലി അല്ല ഞാൻ പറഞ്ഞത്. ഓൺലി 2 എന്ന് പറയില്ലേ നമ്മൾ? അങ്ങനത്തെ പറയാ, അതല്ലായിരുന്നോ? സോറി, അതല്ലേ ഓൺലി 2 വെറുതെ എടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അതായത് ഇതിനാണ് ഓപ്പോസിറ്റ് സെന്റൻസസ് എന്ന് പറയാം. ഒന്ന് ശരിയാകുമ്പോൾ മറ്റൊരിക്കലും ശരിയാവത്തില്ല. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? ഓക്കെ ആണ്. കീർത്തന, സംഗീത, ഫൈൻ. നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. അടുത്തത് വീണ്ടും 64 അഗെയിൻ വായിക്കുന്നു. എന്താണ് ഈ പറയുന്നത് പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നു. ഇന്റർനാഷണൽ റിലേഷൻസ്. നമ്മൾ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല എന്ന് ചിന്തിക്കാതെ വായിച്ചോ. ഞാൻ പറഞ്ഞ സാധനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താ ഞാൻ പറഞ്ഞത്? കണ്ടുപിടിച്ചു. ആദ്യത്തെ സെന്റൻസിൽ ദി വാല്യൂ ഓഫ് ഇൻഡോ ശ്രീലങ്ക ട്രേഡ് ഹാസ് കൺസിസ്റ്റന്റ്ലി ഇൻക്രീസ്ഡ്. എന്താ ഞാൻ പറഞ്ഞത്? നെഗറ്റീവ് ആണ്. ലാസ്റ്റ് ഡിക്കേഡ്. ഇതുകൂടി വന്നപ്പോൾ 10 വർഷം പറയാൻ പറ്റും. അങ്ങനെ സാധ്യത കുറവാണ്. അവഗണിത് ഞാൻ. അടുത്തത്, ടെക്സ്റ്റൈൽ ആൻഡ് ടെക്സ്റ്റൈൽ ആർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് an import item for the trade between India and Bangladesh. സാധ്യത ഉണ്ടല്ലോ. ഒരു ജനറൽ സെന്റൻസ് അല്ലേ? വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നോക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. സിമ്പിൾ ആണ്. ടെക്സ്റ്റൈൽ ആൻഡ് ടെക്സ്റ്റൈൽ ആർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് an import items to trade between. രണ്ടും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും ടെക്സ്റ്റൈൽ ഉണ്ട് നമുക്കറിയാം, ബംഗ്ലാദേശിലും ടെക്സ്റ്റൈൽ ഉണ്ടെന്ന് അറിയാം. സ്വാഭാവികമായിട്ട് ട്രേഡ് നടത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ടെക്സ്റ്റൈൽ ട്രേഡ് നടത്തിയാൽ പോയില്ലേ ഈ പറയുന്ന സാധനം? ഓക്കെ ആണല്ലോ. ഇതിന് പോസിബിലിറ്റി ഉണ്ടാവുമല്ലോ. ബംഗ്ലാദേശിൽ ജൂട്ട് ഉണ്ട് നമുക്കറിയാം. ആ ധാരണ ഇല്ലെങ്കിൽ പോട്ടെ, അത് ഓർത്തിരിക്കും. ജൂട്ട് അവിടെ ഫേമസ് ആണ്, ഇവിടെ കോട്ടൺ ഫേമസ് ആണ്. ഓക്കെ, ഡിവൈഡ് ചെയ്ത് പോയ സമയത്ത് ജൂട്ടിന്റെ കുറെ പോർഷൻസ് ബംഗ്ലാദേശ് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണ്ട. പക്ഷേ ഈ സെന്റൻസ് ജനറൽ ആണല്ലോ, ലോജിക്കൽ ആണല്ലോ, സിമ്പിൾ ആണല്ലോ, എടുത്തോ. ശരിയാണ്. അടുത്ത സെന്റൻസിലേക്ക് പോകും. ഇൻ ദി ലാസ്റ്റ് 5 years നേപ്പാൾ ഹാസ് ദി ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ. ലാസ്റ്റ് 5 years വന്നു, ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ വന്നു. ശരിയാവാൻ സാധ്യത കൂടുതലാണോ? തെറ്റാണല്ലോ പോസിബിലിറ്റി കൂടുതൽ. ബേസിക്സ് ആണ് ഉണ്ടെങ്കിൽ. ഇവിടെ ബേസിക് നോളജ് ആവശ്യമാണ്. ഓക്കെ, ബേസിക് നോളജ് ആവശ്യം എന്ന് വെച്ചാൽ എന്താ വരിക? എന്തുകൊണ്ടാണ് ബേസിക് നോളജ് വേണമെന്ന് ഞാൻ പറഞ്ഞത്? എന്താണ് ഇവിടുത്തെ ബേസിക് നോളജിന്റെ ആവശ്യമുള്ളത്? ജസ്റ്റ് നിങ്ങൾ എന്താ അറിഞ്ഞിരിക്കണം? നേപ്പാളിനെ കുറിച്ച് അറിയിക്കണം. നേപ്പാൾ എന്താ വരുന്നത്? ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരും. അപ്പൊ ഇന്ത്യനോട് കുറച്ച് താല്പര്യം കുറവും, ചൈനയോട് കുറച്ച് താല്പര്യം കൂടുതലായിരിക്കും അവർക്ക്. ഇടയ്ക്കിടയ്ക്ക് പൊളിറ്റിക്കൽ സിസ്റ്റം മാറുന്ന. അപ്പൊ 5 വർഷം നമുക്ക് പറയാൻ പറ്റുമോ? പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് നോളജ്, വിത്ത് എക്സ്ട്രീം സെന്റൻസ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ, ഫൈൻ. അടുത്തിലേക്ക് 94 ക്വസ്റ്റ്യൻ. പല എടുത്ത് പിക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ 94 വരുന്നത്. ഞങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. വായിക്കുക. ഞാൻ പറഞ്ഞ രീതി ശ്രദ്ധിക്കുക, ഐഡിയ ശ്രദ്ധിക്കുക. ആദ്യം അറ്റ് പ്രസന്റ് the retail price of the chemical fertilizer market driven. Okay, chemical fertilizer not administered by the central government. Central government chemical fertilizers administer ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമോ? മിനിസ്ട്രി ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ധാരണയുണ്ടല്ലോ. അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പറയാൻ പറ്റൂ. ആ സമയത്ത് ഇതൊരു എക്സ്ട്രീം വേർഡ് ആണോ? ആലോചിച്ച് നോക്കാം. ഓക്കെ, സോ ദിസ് ഇസ് എൻ എക്സ്ട്രീം വേർഡ്. കൺഫ്യൂഷൻ ഉണ്ടോ ഞാൻ അങ്ങനെ എടുക്കുന്നതിൽ? ഇല്ല. ഓക്കെ, അമോണിയ വിച്ച് ഇസ് എൻ ഇൻപുട്ട് ഓഫ് യൂറിയ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ ഗ്യാസസ്. ഓക്കെ, ഇറ്റ്സ് എ നോർമൽ വൺ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല.
ഓക്കെ, നോക്കുന്ന സമയത്ത് അവൻ ഓക്കെ ആണ്, സെന്റൻസ് ജനറൽ ആണ്, അമോണിയ ഇൻപുട്ട് യൂറിയിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ ഫൈൻ. അടുത്തത് സൾഫർ ഈസ് എ റോ മെറ്റീരിയൽ ഫോർ ദി ഫോസ്ഫോറിക് ആസിഡ്. അറിയാം നമുക്ക്, ഫെർട്ടിലൈസർ ഈസ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ദി ഓയിൽ റിഫൈനറീസ്. ഉണ്ടാവുമല്ലോ ഈ പറയുന്ന സാധനങ്ങളൊക്കെ. സൾഫർ ഇല്ലാതിരിക്കുമോ ഈ പറയുന്ന പോലെ ഓയിൽ റിഫൈനറീസിൽ നിന്ന്? ദിസ് ഇസ് ഓൾസോ എ ജനറൽ വൺ. ഇല്ല എന്ന് പറഞ്ഞാലേ തെറ്റാൻ വരാൻ സാധ്യതയുള്ളൂ. കുറച്ചെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലേ? സോ 3യും 2ഉം ശരിയാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. വൈ? ബിക്കോസ് ഇറ്റ്സ് എ ജനറൽ വൺ. ദർ ഇസ് നോ എക്സ്ട്രീം തിങ്സ്, ദർ ഇസ് നോ ലോജിക്കലി അല്ലാത്തൊരു സാധനം അവിടെ കിടക്കുന്നില്ല. ഇറ്റ്സ് ലോജിക്കലി ഫിറ്റ്. ഡെഫിനറ്റ്ലി വി കൻ ടേക്ക്. സോ ആൻസർ വിൽ ബിക്കം ബി ഓർ ആൻസർ വിൽ ബിക്കം ഓൺലി 2. നമ്മൾ ഏത് രീതിയിൽ എടുക്കാം? സെന്റൻസിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടുത്തത് again consider the following statements. രണ്ടാമത്തെ സെന്റൻസ് നോക്കി. സൈന്റ് കബീർ വാസ്. എന്തിനാ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ചോദ്യം? ഓക്കെ, ഞാൻ പറഞ്ഞൊരു എക്സ്ട്രീം വേർഡാണ്. രണ്ടാമത്തത് ക്വാളിഫയർ തന്നെയാണത്, അല്ലെ? ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്, ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പോലെ നിതിൻ മോഹൻ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അരവിന്ദ് സാർ, അങ്ങനെ പറഞ്ഞാൽ പോരെ? ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് എന്ന് പറയേണ്ട ആവശ്യം. അങ്ങനെ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ പറ്റുമായിരിക്കാം ചിലപ്പോൾ. എന്നാലും നമ്മൾ അങ്ങനെ പറയില്ല, അല്ലേ? അങ്ങനെ ഒരു സാധനമല്ലല്ലോ ഇവിടെ കിടക്കുന്നത്. സോ ഇൻഫ്ലുവൻസ്ഡ്, സോ പോസിബിലിറ്റീസ് വേരി. ഞാൻ പറഞ്ഞു ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ക്വാളിഫയറുമായിട്ട് എടുക്കാം, എക്സ്ട്രീമായിട്ട് എടുക്കാം. തെറ്റി. പിന്നെ കണ്ടംപററി എന്ന് പറയുന്ന സമയത്ത് ഇതുവരെ UPSC ചോദിച്ച കണ്ടംപററീസ് ഒക്കെ തെറ്റായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സൈന്റ് ഡിംബാക്ക ഇസ് എൻ ഇമ്പോർട്ടന്റ് പേഴ്സൺ, അക്ബർ ഇസ് എൻ ഇമ്പോർട്ടന്റ് പേഴ്സൺ. സജഷൻ എന്ന് പറയുന്നത് അക്ബറിന്റെ സമയത്തുള്ള ഭക്തി സൂഫി സൈന്റുകളെ കുറിച്ച് പഠിച്ചു വെക്കുന്നതാണ്. അതേ കണ്ടംപററി ആയിട്ടുള്ള പേര് അക്ബർ ചോദിക്കും. അതുകൊണ്ട് അക്ബറിനെ പഠിച്ചു വെക്കണം, ജഹാംഗീർ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ആ സമയത്തുള്ള ഭക്തി സൂഫി സൈന്റുകളെ കുറിച്ച് നോക്കി വെച്ചാൽ മതി. പിന്നെ അലാവുദ്ദീൻ ഖൽജി പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ഫിറോസ് തുഗ്ലക്കും പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി ആ സമയത്തുള്ള ആരൊക്കെയാണെന്ന്. മെജോറിറ്റിയും കണ്ടംപററി എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും, പക്ഷെ ഉറപ്പിക്കേണ്ട. ഇതുവരെ UPSC ചോദിച്ചത് കണ്ടംപററി തെറ്റാണ്. ഓക്കെ, പക്ഷെ അത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറയുന്ന ആൾക്കാരെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ആൾക്കാരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് കയറി ചോദിക്കത്തൊന്നുമില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായിരിക്കും, ഉറപ്പിച്ചോ. ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ പേരാ പറഞ്ഞത്, അത് നിങ്ങൾ അറിയണം. അതുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡീപ്പായിട്ട് ഒരാൾ ചോദിച്ച് നിങ്ങൾ അറിയണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി പെർട്ടിക്കുലർ വൾനറബിൾ ചൈൽഡ് ഗ്രൂപ്പ് PVTG ഇൻ ഇന്ത്യ. ഓക്കെ, അതിനകത്ത് സെന്റൻസ് വരുന്നു. ആദ്യത്തെ സെന്റൻസിൽ ഡാറ്റ കിടക്കുന്നുണ്ട്, അല്ലാതെ ആ സെന്റൻസിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെ? 1 യൂണിയൻ ടെറിട്ടറി സെന്റൻസ് വേറെ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. അടുത്തത്, സ്റ്റേഗ്നന്റ് ഡിക്ലൈൻ ഓഫ് ദി പോപ്പുലേഷൻ വൺ ഓഫ് ദി ക്രൈറ്റീരിയ. നമുക്കത് പറയാൻ സാധിക്കുമല്ലോ. അതുകൊണ്ടാണ് PVTG ട്രൈബ് ഇസ് ജനറൽ വൺ, അല്ലെ? ഉറപ്പാണല്ലോ. ആ ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഞാൻ ആ പറഞ്ഞ സെന്റൻസിൽ അത് ഡെഫിനറ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റും. സ്റ്റാഗ്നന്റ് ഓർ ഡിക്ലൈനിങ് ഓഫ്, ഇവിടെ എന്താണ് സ്റ്റാഗ്നന്റ് എന്ന് പറയുകയാണെങ്കിലും ഡിക്ലൈനിങ് എന്ന് പറയുന്നത് നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇതാണല്ലോ എന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോർമൽ ട്രൈബ് നിർത്താൻ പോയി അവരെ. കൺഫ്യൂഷൻ ഉണ്ടോ ഞാൻ ആ പറഞ്ഞ സെന്റൻസിൽ? ഓക്കെ ഫൈൻ. അടുത്ത സെന്റൻസിലേക്ക് വരുമ്പോൾ there are 95 PVTGs. ആക്ച്വൽ വന്നു. ഒഫീഷ്യലി നോട്ടിഫൈഡ് ദി കൺട്രി സോ ഫാർ. ഞാൻ പിക്ക് ചെയ്തു. ഇരുളാർ ആൻഡ് കോണ്ടാറെഡ്ഡി ട്രൈബ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി PVTG ട്രൈബ്. ഓക്കെ, ഒരുപാട് PVTG ട്രൈബ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, അല്ലെ? നിങ്ങളോട് 95 PVTG ട്രൈബിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫെയറിൽ എക്സാമിനേഷൻ അല്ലല്ലോ നിങ്ങൾ എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ജില്ലാ കളക്ടറാണ്. ഇത്രയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കും. നിങ്ങളുടെ സ്റ്റേറ്റിലാണോ അത് തന്നത്? അല്ല. അപ്പോൾ ഈ ഇതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ രണ്ട് ട്രൈബ് നിങ്ങൾ അത്ര അറിയുന്ന വലിയ ട്രൈബൊന്നുമല്ല. ഇരുള ട്രൈബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, കോണ്ടാറെഡ്ഡി ട്രൈബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഇത് തെറ്റാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇത് ശരിയാക്കി തരാനാണ് UPSC എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം അത്രയും ഇത് ഗ്രൂപ്പിൽ നിന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്പർ അത്ര നമുക്ക് അറിയില്ല, അത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. PVTG വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമയത്ത്. അപ്പൊ ഇത് ശരിയാവാനുള്ള സാധ്യത, ഇത് രണ്ടും ശരിയാവാനുള്ള സാധ്യത ഉണ്ട്, നമുക്കത് അറിയാവുന്നതാണ്. ഓക്കെ, അത് നമുക്ക് ശരിയാന്ന് കിട്ടി. ഞാനൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മായച്ചോട്ടെ. ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് ഓക്കെ ആണോ? ആ ലോജിക്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു എന്നുള്ളത് ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ആ ലോജിക്കിൽ. അടുത്തേക്ക് പോകുമ്പോൾ ഇവിടെ 18 തന്നു, ഒരു യൂണിയൻ ടെറിട്ടറി തന്നു, 95 തന്നു. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 95 PVTG സോ ഫാർ എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 18 സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അധികം തെറ്റാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു സ്റ്റേറ്റിൽ പെട്ടെന്ന് സ്റ്റേറ്റിന്റെ എണ്ണം കൂടിയിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. എന്തുകൊണ്ട് അങ്ങനെ? ആർക്കെങ്കിലും പറയാൻ സാധിക്കും ഇതിനകത്ത് കുറച്ച് ഐഡിയ? ബിക്കോസ് ഈ 18 സ്റ്റേറ്റും 1 യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി PVTG ട്രൈബിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലത്തുള്ള PVTG ട്രൈബിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക. കൺഫ്യൂഷൻ ഉണ്ടോ ഭാഗത്ത് ഞാൻ പറഞ്ഞതിൽ?
ഓക്കെ ആണല്ലോ. പെട്ടെന്ന് ഒരു സ്റ്റേറ്റ് ആഡ് ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ട്രൈബൽ ഗ്രൂപ്പ് ആഡ് ആവാനാണ് സാധ്യത. ഇതിനാ പോസിബിലിറ്റി കൂടുതൽ? ട്രൈബൽ ഗ്രൂപ്പിനായിരിക്കും സാധ്യത കൂടുതൽ. ബിക്കോസ് ഒരു ട്രൈബ് ആഡ് ചെയ്യുന്നത് പോലെ അല്ല ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രൈബൽ പുതിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ട്രൈബലിന് അവിടെ പോസിബിലിറ്റി കൂടുതൽ. അപ്പോൾ ഇത് തെറ്റാനാണ് സാധ്യത എപ്പോഴും കൂടുതൽ ഉണ്ടാവുക. അതുകൂടി ഓർത്തിരിക്കുക. ക്ലിയർ? ഡൺ. ശരിക്കും പറഞ്ഞാൽ എത്ര ട്രൈബ് PhD ട്രൈബ് ഉണ്ട് അറിയാവുന്ന നിങ്ങൾക്ക്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 75 PhD ട്രൈബ് ഉണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് വാട്ടർ ക്രെഡിറ്റ്. ഏതാണ് ആൻസർ വരുന്നത്? ഒന്ന് നോക്കി വെച്ച് നോക്കിയേ. ആദ്യത്തെ സെന്റൻസ് വാട്ടർ ക്രെഡിറ്റ് എന്നാണല്ലോ. എന്താണ് അർത്ഥം വാട്ടർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ? സെന്റൻസിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. വാട്ടർ ക്രെഡിറ്റ്, വാട്ടർ ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് ചെയ്യുക, വാട്ടർ കൊടുക്കുക, എന്തോ സംഭവം, കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ വായിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ലോൺ പോലത്തെ സംഭവമായിരിക്കും, നമുക്കറിയില്ല, അവിടെ നിന്നോട്ടെ. അടുത്തത് ആദ്യത്തത് ഇറ്റ് പുട്സ് മൈക്രോ ഫിനാൻസ് ടൂൾ. ഓക്കെ, വാട്ടർ കൊടുക്കുന്ന മൈക്രോ ഫിനാൻസ് ടൂൾ ആയിരിക്കുമല്ലോ. വർക്ക് ഫോർ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ സെക്ടർ. ശരിയാവാനുള്ള സാധ്യത കൂടുതലാണല്ലോ. എക്സ്ട്രീം എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ആ സെന്റൻസിൽ ഈ പറയുന്ന വാട്ടർ ക്രെഡിറ്റ് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ലോജിക്കലി? ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് വാട്ടർ ക്രെഡിറ്റ്, റൈറ്റ്? വൈ? ബിക്കോസ് എന്താണ്, വാട്ടർ കൊടുക്കുന്ന സമയത്ത് സാനിറ്റേഷൻ എന്ന് പറഞ്ഞ പാർട്ട് കൂടി നോക്കണമല്ലോ. മോശം വെള്ളം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഡെഫിനറ്റ്ലി അവർ എന്ത് ചെയ്യും? അത് ചെക്ക് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഇറ്റ് എയിംസ് ടു ഇനേബിൾ പുവർ പീപ്പിൾ ടു മീറ്റ് ദിയർ വാട്ടർ നീഡ്സ് വിത്ത് ഡിപ്പെൻഡിങ് ഓൺ ദി സബ്സിഡീസ്. ക്രെഡിറ്റ് ആണല്ലോ, സബ്സിഡീസിലായിരിക്കും അത് വരാൻ സാധ്യത കൂടുതൽ ഉണ്ടാവുക. ആ ഒരു കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ അല്ലോ. അപ്പോൾ ഈ സെന്റൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലോ. ഒന്നിന്റെ അതേ രീതിയിൽ തന്നെയാണല്ലോ എന്ത് പറയുന്നത്, മൂന്നും പറയുന്നത്. 1 and 3 ആർ ഇൻ സെയിം ഡയറക്ഷൻ, ബോത്ത് ആർ ഡിസ്കസിങ് ദ സെയിം തിങ്. സോ ഒന്ന് ശരിയാണെങ്കിൽ മൂന്നും ശരിയായിരിക്കും. ഈക്വൽ സെന്റൻസസ് എന്നാണ് പറയാം. ഈക്വൽ സെന്റൻസസ് ലോജിക്കലി വരുന്ന സാധനമാണ്. ഈക്വൽ സെന്റൻസിനെ കുറിച്ച് പറയുന്നതാണ്. കാരണം മുകളിൽ പറഞ്ഞൊരു സാധനം മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. ഇത് നമുക്ക് പറ്റുന്നൊരു അബദ്ധം. നമ്മൾ മെയിൻസ് എക്സാമിനേഷൻ മാർക്ക് കുറഞ്ഞ ഏറ്റവും വലിയ രീതിയാണത്. കാരണം നമ്മൾ മുകളിൽ ഒരു സെന്റൻസ് പറയും, പോയിന്റ് 1 ഒരു പോയിന്റ് പറയും, 8ാമത്തെ പോയിന്റ് അതേ സാധനം ആയിരിക്കും മറ്റൊരു രീതിയിൽ മാറ്റി എഴുതും. നമുക്ക് ഉണ്ടാവുന്നതാണ് മെയിൻസിൽ. പക്ഷെ ഇത് അവർ പിടിക്കും, അത് നമ്മൾ ഇവിടെ പിടിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. 1ഉം 3ഉം ഒരേപോലെയാണ്. രണ്ടാമത്തെ നോക്കിയേ, ഇവിടെ ഒരു കാര്യം പറയുന്നത് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് അണ്ടർ ഏജിസ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് വേൾഡ് ബാങ്ക്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓൾറെഡി ഫണ്ട് വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. എന്തെങ്കിലും വേൾഡ് ബാങ്ക് അതിനകത്ത് വരേണ്ട ആവശ്യം? ഒരു ക്വസ്റ്റ്യൻ. പിന്നെ യൂഷ്വലി UPSCക്ക് ഒരു പ്രത്യേകതയുണ്ട്. ക്ലബ് ചെയ്ത ഓർഗനൈസേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ക്ലബ് ചെയ്ത ഓർഗനൈസേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് തെറ്റാനുള്ള സാധ്യത കൂടുതലുള്ളത്. എക്സ്ട്രീം ആയിട്ടുള്ള എലിമിനേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, യൂഷ്വലി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ രണ്ട് ഓർഗനൈസേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആ തന്നിരിക്കുന്ന സാധനവുമായിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തായിരിക്കും ഈ പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് എലിമിനേറ്റ് ഒഴിവാക്കാൻ പറ്റും. യൂഷ്വലി UPSC ഇതുവരെ ചോദിച്ചതിൽ ഈ പറയുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഓർഗനൈസേഷൻസ് ക്ലബ് ചെയ്ത് വരുന്ന സമയത്ത് തെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 100% ഞാൻ എഷ്യൂർ ചെയ്തിട്ടില്ല. ഓക്കെ, 69 ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞോ, വായിച്ചോ? 30 seconds ക്വസ്റ്റ്യൻ വായിക്കാൻ. ആൻസർ വേണ്ട, എന്താണ് എന്ന് പറഞ്ഞു തന്നാൽ മതി. എനിക്ക് ആൻസർ എനിക്ക് അറിയണ്ട, എനിക്കറിയാം നിങ്ങൾക്ക് ആൻസർ അറിയാം എന്നുള്ളത്. ആദ്യത്തെ സെന്റൻസിൽ എന്താണ് പ്രശ്നം? ഇൻ ദി കേസ് ഓഫ് all cereals, pulses and oil seeds, the procured minimum support price unlimited state. Unlimited വന്നു, ഓളും വന്നു. തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. എടുത്തല്ലോ, വെരി ഗുഡ്. രണ്ടാമത്തതിൽ ഇൻ ദി കേസ് ഓഫ് ദി cereal and pulses ഓക്കെ ആണ്. ദി MSP is fixed in any state or UT at the level to which market prices. ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ട് അവിടെ ഇനി തെറ്റാവാൻ സാധ്യതയുള്ളത്? സെന്റൻസ് കൂടി വായിച്ചു നോക്കിയേ. ഫിക്സഡ് ഇൻ എനി സ്റ്റേറ്റ് ഓർ UT അറ്റ് ദി ലെവൽ അറ്റ് വിച്ച് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും നോക്ക്. എല്ലാ സ്റ്റേറ്റിലും എല്ലാ സ്റ്റേറ്റും അങ്ങനെ കൊടുക്കുവോ? ഇല്ല. അപ്പൊ അത് തെറ്റാണോ ശരിയാണോ? ഇൻ ദിസ് കണ്ടീഷൻ ഇറ്റ്സ് റോങ് അഗെയിൻ. റോങ് അഗെയിൻ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ D.
ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ ആണോ? ഡൺ. അടുത്തതിലേക്ക് പോവാം. അടുത്തൊരു സെന്റൻസിൽ നമ്മൾ ഒരു ഐഡിയ പറഞ്ഞില്ലേ, അതായത് ഇപ്പൊ എക്സ്ട്രീം സെന്റൻസിന്റെ കാര്യം. ഇതേപോലെ തന്നെ സെന്റൻസ് കറക്റ്റ് ആവാൻ പോസിബിലിറ്റി ഉള്ള അടുത്തൊരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, മൈൽഡ്, ജനറൽ, ഇൻ നേച്ചർ എന്നൊക്കെ ഞാൻ പറയുന്നില്ല ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ലോജിക്കലി കറക്റ്റ് ആണെന്നുള്ള കാര്യം പറയുന്നില്ല. അതായത് സെന്റൻസിനകത്ത് മൈൽഡ് നേച്ചർ ആണ് വരുന്നത്. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിട്ട് അതിനെ ലോജിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് സെന്റൻസ് ഷുഡ് ബി കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മൈൽഡ്, ജനറൽ നേച്ചർ ആണ്, ആ തന്നിരിക്കുന്ന സെന്റൻസ് ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, ദാറ്റ് സെന്റൻസ് ഇസ് കറക്റ്റ്. മൈൽഡ് നേച്ചറിലെ സാധനമാണ് മേ, ക്യാൻ, ഔട്ട് ടു, സം, പോസിബിൾ. ഈ വേർഡുകളൊക്കെ അങ്ങനെ പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് ലോജിക്കലി കോണ്ടക്സ്റ്റിൽ എപ്പോഴും ഫിറ്റ് ആവുന്ന ഒരു സാധനം കൂടിയാണ്. എക്സ്പെഷ്യലി നമുക്കത് പറയാൻ സാധിക്കുക എൻവിറോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ജോഗ്രഫി പേപ്പറുകളിൽ ഇത് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ പേപ്പറുകളിൽ ഇത് വളരെ കൂടുതലാണ്. മേ, ക്യാൻ, ഔട്ട് ടു, സെയിം, പോസിബിൾ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വന്നിട്ട് ശരിയാവുന്ന രീതിയിൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. എപ്പോഴെപ്പോഴും അത് ഈ പേപ്പറുകളാണ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്, ഈ ഒരു ഭാഗം. ദിസ് ഇസ് നോൺ ആസ് ലിബറൽ കീവേഡ്സ്. ഓക്കെ, അത് ഈ പറയുന്നത് പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ റൂൾസ് വരുന്ന സമയത്ത് സക്സസ് ആയിട്ട് ഇതാണ് കാണുന്നത്. ഈ ലിബറൽ സാധനങ്ങൾ ശരിയാക്കി എടുക്കുന്ന സമയത്ത് വരുന്ന ഭാഗങ്ങളാണ്. 2023, 14, 9, 15 ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് സക്സസ് റേറ്റ് ആണ് 80, 82, 100, 88. എക്സ്ട്രീമിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് അങ്ങനെ സക്സസ് റേറ്റ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക. സോയിങ് ഓഫ്, ഇവിടെ തന്നിരിക്കുന്നത് എന്താ, അഡ്വാൻറ്റേജ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ദി സീറോ ടില്ലേജ് അഗ്രികൾച്ചർ ആണ്. അഡ്വാൻറ്റേജ് സീറോ ടില്ലേജ് അഗ്രികൾച്ചർ, പാർട്ട് ഓഫ് ജോഗ്രഫി, പാർട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, സോയിങ് ഓഫ് വീറ്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ബേണിംഗ് ഓഫ് ദി റെസിഡ്യൂ ഓഫ് ദിസ് ക്രോപ്പ്. പോസിബിൾ എന്ന് പറഞ്ഞ സാധനം വന്നു, ഞാൻ എന്ത് പറഞ്ഞു, ലിബറൽ വൺ ആണെന്ന് പറഞ്ഞു അല്ലെ. അടുത്തത്, വിത്തൗട്ട് ദി നീഡ് ഓഫ് ദി നഴ്സറി ഓഫ് ദി റൈസ് സാപ്ലിംഗ്, ഡയറക്ട്ലി പ്ലാന്റിംഗ് ഓഫ് ദി പാഡി സീഡ് ദാറ്റ് ഈസ് പോസിബിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പോസിബിൾ എന്താണ്, ലിബറൽ കീവേഡ് ആണ്. കാർബൺ സിക്വേഷൻ ഇൻ ദി സോയിൽ ഈസ് ഓൾസോ പോസിബിൾ. ശരിയാണോ? ഏത് ആൻസർ വരിക? സോറി, ഡിയും കൂടി വരും കേട്ടോ. ഡി കട്ടായി പോയതാണ്, എന്റെ മിസ് ആയി പോയതാണ് അത്. സോ ആൻസർ ഈസ് ഡി. സോ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും എപ്പോഴും ചോദിക്കാറുണ്ട്. അടുത്തത്, ഈ ഒരു സെന്റൻസ് നമ്മുടെ ഗുച്ചി. ഓക്കെ, ഈ ഒരു സെന്റൻസ് ഈ രീതിയിൽ വരുന്നതല്ല, ഇതേപോലെ തന്നെയാണ് ഒരു സാധനം വരുന്നത്. ലിബറൽ സെന്റൻസിന്റെ കാര്യം പറയുന്നത് നിങ്ങൾ ആ സെന്റൻസ് വഴിയല്ലാതെ നിങ്ങൾ ലോജിക്കലി എടുക്കാൻ പറ്റുന്ന സാധനമാണ്. ആദ്യത്തെ സെന്റൻസ്, ഇറ്റ്സ് എ ഫംഗസ്. എക്സ്ട്രീം എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എന്തെങ്കിലും എക്സ്ട്രീം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇറ്റ്സ് എ ഫംഗസ്, അതല്ലെങ്കിൽ ഇറ്റ്സ് എ വൈറസ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബാക്ടീരിയ. ഈ സാധനം ഫംഗസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നിൽക്കട്ടെ. ഓക്കെ, കാരണം രണ്ടാമത്തെ സെന്റൻസ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലുള്ളൂ. ഇറ്റ് ഗ്രോസ് ഇൻ ഹിമാലയൻ ഫോറസ്റ്റ് ഏരിയ. ഓക്കെ, അതേ പറഞ്ഞു സിമ്പിൾ ആയിട്ട്. ഇത് എന്താണ്, ഹിമാലയൻ ഫോറസ്റ്റ് ഏരിയയിൽ വളരുന്ന ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. ഗ്രോസ്, വളരുന്നതെന്ന് പറഞ്ഞ അർത്ഥം. ഓക്കെ, സിമ്പിൾ, പ്രശ്നമുണ്ടല്ലോ. ഗ്രോ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വളരാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് ഇത് പറയുന്നത്. അവിടെ നിന്നോട്ടെ. സോ ഇത് ജനറൽ സെന്റൻസ് ആണ്. ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 80% കറക്റ്റ് ആണ് സാധ്യത കൂടുതലാണ്. ഇതും തെറ്റൊന്നുമില്ല, കാരണം ഇതിൽ മാറ്റം വരാൻ സാധ്യതയുള്ളത് എന്താണ്, ഫംഗസിന് പകരം വേറെ എന്തെങ്കിലും വരുന്നതാണ്. എക്സ്ട്രീം ഒന്നും കാണുന്നില്ല, നോർമൽ വൺ. അടുത്ത് നോക്കി, ഇറ്റ് ഈസ് കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റഡ് ഇൻ ദി ഹിമാലയൻ ഫുട്ഹിൽസ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ഓക്കെ, ഇവിടെ അത് വളരുന്നതാണെന്ന് പറയുന്നു, ഇവിടെ കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റ് എന്ന് പറയുന്നു. പോസിബിലിറ്റി ഉണ്ടോ? ഹിമാലയൻ ഏരിയയിൽ അത് വളരുന്ന ഒരു സാധനമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് അത് വളരുന്ന ഒരു നോർമൽ സാധനം എന്ന് പറയുന്നത്, നോർമലി വളരുന്ന, നാച്ചുറലി വളരുന്ന സാധനം. അത് സെയിം ചെയ്ത് കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഈ രണ്ടും കോൺട്രഡിക്ടറി അല്ലേ? ഇതിന് ഏതാ പോസിബിലിറ്റി കൂടുതൽ ഉണ്ടാവുക? ആലോചിച്ച് നോക്കുക. കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റിനാണോ പോസിബിലിറ്റി കൂടുതൽ ഉണ്ടാവുക, അതല്ലെങ്കിൽ സാധാരണ ഗ്രോ ആവുന്നതിനാണോ പോസിബിലിറ്റി കൂടുതൽ ഉണ്ടാവുക? സാധാരണ ഗ്രോ ആവുന്നതിനാണെങ്കിൽ എപ്പോഴും പോസിബിലിറ്റി കൂടുതൽ വരിക. ഓക്കെ, കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റ് ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ തിങ് അല്ലേ, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സാധനം ആയിരിക്കും. കാരണം ഗ്രോ എന്ന് വരുന്ന സമയത്ത് എന്താണ് ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള വേർഡാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ദിസ് ഇസ് റൈറ്റ്, ടു ഇസ് റൈറ്റ്. ആ സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിരുന്നു, കാരണം അന്നത്തെ പാറ്റേൺ ഇതായിരുന്നു. ഓക്കെ, നമുക്ക് ആൻസർ ഒന്നും തന്നെ അറിയാതെ കിട്ടും. പക്ഷേ ഇങ്ങനെ ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് UPSC ഗുച്ചി എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ല, കറണ്ട് അഫയർ ആയിരുന്നു ആ സമയത്ത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം പ്രൈം മിനിസ്റ്റർ പറഞ്ഞതാണ്. എന്നാൽ പോലും പെട്ടെന്ന് ഒരു ഫംഗസ് മാറ്റിയിട്ട് വേറെ ഒന്നും തരത്തൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട, ഒരു രീതിയില്ല. only 1, only 2, only 3 എന്നൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫോർമാറ്റ് ആണ് നിങ്ങൾക്ക് എടുക്കാം, റിസ്കിലി എടുക്കാം. ഓക്കെ, അങ്ങനെ എടുക്കുന്നത് തെറ്റില്ല.
അടുത്തത് സോഫ്റ്റ്വെയർ ആസ് സർവീസസ്, SAS എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതും ഇതേപോലെ തന്നെയായിരുന്നു. SAS നമുക്കറിയില്ല സോഫ്റ്റ്വെയർ സർവീസസ്, പക്ഷെ പേര് എന്തുണ്ട്, സോഫ്റ്റ്വെയർ സർവീസസ് ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനം. കുഴപ്പമൊന്നുമില്ലല്ലോ, ആ സെന്റൻസിൽ തന്നെ തന്നിട്ടുണ്ടല്ലോ സാസ് എന്നുള്ളതിന് അർത്ഥം. സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരണയായിട്ടുള്ള സാസ് എന്താന്നുള്ളത് മതി, അത്രയേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കണം യാതൊരു നിർബന്ധമില്ല. സാസ് ബയേഴ്സ് ക്യാൻ കസ്റ്റമൈസ് ദെയർ ഇന്റർഫേസ്, ക്യാൻ ചേഞ്ച് ഡാറ്റാബേസ്. രണ്ടും എന്താണ് ക്യാൻ വന്നത്, ലിബറലാണല്ലോ, ജനറൽ സെന്റൻസ് ആണല്ലോ. ലിബറൽ സെന്റൻസ് നമുക്ക് ടിക്ക് കിട്ടും അല്ലെ, കുഴപ്പമൊന്നുമില്ല. എന്റെ എക്സ്ട്രീം ആണെങ്കിലും വന്നോ, ഇല്ല. സാസ് ക്യാൻ ആക്സസ് ദിയർ ഡാറ്റ ത്രൂ മൊബൈൽ ഡിവൈസസ്. സോഫ്റ്റ്വെയർ ആണല്ലോ, മൊബൈൽ ഡിവൈസസ് ക്യാൻ നാളെ വരാനും സാധ്യതയുണ്ട്, തെറ്റൊന്നും പറയാൻ സാധിക്കില്ല. ഓക്കെ, ഇവിടെ ക്യാൻ വന്നു, ലിബറലാണ് എടുത്തു. ഓക്കെ, അപ്പൊ രണ്ട് സെന്റൻസ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടി, കുഴപ്പങ്ങളൊന്നുമില്ല. 1 and 2 ഓൾറെഡി കറക്റ്റ് ആണ്. ഔട്ട്ലുക്ക്, ഹോട്ട്മെയിൽ, യാഹു ഫോം ഓഫ് സോഫ്റ്റ്വെയർ ആസ് സർവീസസ്. കൺഫ്യൂഷൻ ഉണ്ടോ? അത് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളല്ലേ, യാഹു മെയിൽ, ഹോട്ട്മെയിൽ സോഫ്റ്റ്വെയർ സർവീസ് ആയിട്ട് ഉപയോഗിച്ച സാധനങ്ങളല്ലേ സാസിനെ തന്നെ. ആ പേര് നോക്കണ്ട, നിങ്ങൾ സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിച്ചോ, നിങ്ങൾ ലോജിക്കലി ഓക്കെ ആണോ? അത് പണ്ട് നമ്മൾ ഇമെയിലൊക്കെ വരുന്നതിന് മുമ്പ് വരുന്ന സാധനമാണ് ഹോട്ട്മെയിൽ, ഔട്ട്ലുക്ക് ഒക്കെ ഓർമ്മയുണ്ടോ പലർക്കും? ഓക്കെ, സോ ആൻസർ ഈസ് ഡി ഫോർ ഡോഗ്. അടുത്തത് വിത്ത് റെഫറൻസ് ടു ocean mean temperature, OMT, which one of the following statements are correct? OMT is measured up to the depth of 26 degree isotherm, 129 meters in southwestern Indian Ocean, Jan to March. ഒരുപാട് ഫാക്ച്വൽ ഡാറ്റ വന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇതിനകത്ത് എത്ര ഫാക്ച്വൽ ഡാറ്റ വന്നു? ഇതിനകത്ത് 1, 2, 3. ഇതിനകത്ത് ഏതെങ്കിലും തെറ്റിച്ചതാണ് UPSCക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇതിനകത്ത് 26 നിങ്ങൾക്ക് ഓക്കെയാണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. 129 മീറ്റർ എന്ന് പറയുന്നത് അത് കൂടുതലാണ് കുറവാണെന്ന് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക്? ഞാൻ നേരത്തെ ജോഗ്രഫിക്കലി പറഞ്ഞൊരു സാധനം പോലെ തന്നെയാണ്. മെഷേർഡ് അപ് ടു 26 ഡിഗ്രി നമുക്ക് ഐസോതംസ് എന്ന് പറയാം. 129 എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് പ്രാക്ടിക്കലി നോക്കുമ്പോൾ. ഓക്കെ, ഒരു ലോജിക്കൽ സെൻസ് നോക്കും 129 ഡിഗ്രി വായിച്ചു നോക്കിയാൽ മതി. വിച്ച് 129 ഡിഗ്രി സൗത്ത് വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ച് ഡീപ്പാണ്. ഓക്കെ, സോ തെറ്റാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് ഫാക്ച്വൽ ഡാറ്റ ഒന്നിൽ തരികയാണെങ്കിൽ അത് ഏതെങ്കിലും തെറ്റിക്കാൻ അവർക്ക് എളുപ്പമായിരിക്കും. ബ്ലൈൻഡ് ആയിട്ട് എടുക്കേണ്ട, തെറ്റാനുള്ള പോസിബിലിറ്റി ആ സെന്റൻസ് വളരെ കൂടുതലായിരിക്കും. ബ്ലൈൻഡ് എടുക്കരുത്. ഓക്കെ, പോസിബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും മാത്രം. അതേപോലെ തന്നെ ജനുവരി മാർച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്യാൻ ബി യൂസ്ഡ് ആസ് അസസിങ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ മൺസൂൺ വിൽ ബി ലെസ് ഓർ മോർ ദാൻ മീൻ. ഓക്കെ, ഇവിടെ എന്ത് തന്നു? ലെസ് എന്ന് തന്നില്ല, ലെസ് ഓർ മോർ ദാൻ തന്നു. പ്രാക്ടിക്കലി ഓക്കെ ആണല്ലോ, ലെസർ ഓർ മോർ ദാൻ. ഓക്കെ, സെന്റൻസ് ലിബറലാക്കാൻ സാധ്യതയുള്ള സെന്റൻസ് ആണല്ലോ. ക്യാൻ ബി ഉണ്ടല്ലോ, തെറ്റിദ്ധരാൻ സാധ്യത ജനുവരി മാർച്ച് മാത്രമേ ഫാക്ച്വൽ ഡാറ്റ ഉള്ളൂ. അത് തെറ്റിക്കണം എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് 2 ലിബറൽ സാധനങ്ങൾ ഓൾറെഡി അവിടെ തന്നു കഴിഞ്ഞു നിങ്ങൾക്ക്. സെന്റൻസ് ഷുഡ് ബി, ചാൻസസ് വിൽ ബിക്കം ഹൈ, കറക്റ്റ് ആവാനുള്ളത്. ഓക്കെ, മറ്റൊരു എക്സ്ട്രീം ആയിട്ട് കിടക്കുന്നില്ലെങ്കിൽ ഡയറക്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് അത് ശരിയായിരിക്കും. ഒരുപാട് ഫാക്ച്വൽ ആയിട്ട് ക്ലബ് ചെയ്യുന്നല്ലേ എൻ്റെ അകത്ത്. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? കൺഫ്യൂഷൻ ഉണ്ടോ? ബോറടിക്കുന്നോ? നിർത്തണോ? ഓക്കെ, അടുത്ത സെന്റൻസ് 88. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം ഇതിനകത്ത്? വിത്ത് റെഫറൻസ് ടു സോളാർ വാട്ടർ പമ്പ്സ്. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നോക്കണം, ലിബറിൽ നോക്കണം, എക്സ്ട്രീം നോക്കണം, ഒക്കെ നോക്കണം. സോളാർ ക്യാൻ ബി, ലിബറിൽ വന്നോ, യൂസ്ഡ് ഫോർ റണ്ണിങ് സർഫസ് പമ്പ്, നോട്ട് ഫോർ സബ്മേർജ്ഡ് പമ്പ്. എന്ത് വന്നു? ലിബറലും വന്നു, എക്സ്ട്രീമും വന്നു. സെന്റൻസ് നിങ്ങൾക്ക് പിക്കാൻ പറ്റുന്നുണ്ടല്ലോ. സോളാർ പവർ ക്യാൻ ബി യൂസ്ഡ് ഫോർ റണ്ണിങ് സെൻട്രിഫ്യൂഗൽ പമ്പ് ആൻഡ് നോട്ട് ഫോർ വിത്ത് അതർ സിസ്റ്റം. എക്സ്ട്രീമും വന്നു, ലിബറലും വന്നു. ഓക്കെ, എഴുതി വെച്ചോ. ഇതുവരെ കണ്ടതിൽ, ഞാൻ വായിച്ചതിലും അറിഞ്ഞതിലും മനസ്സിലാക്കിയതിലും എനിക്ക് മനസ്സിലായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്, ഒരു സെന്റൻസിനകത്ത് എക്സ്ട്രീം വേർഡും ഒരു സെന്റൻസിനകത്ത് ലിബറൽ സെന്റൻസും, ഒരു സെന്റൻസിനകത്ത് തന്നെ എക്സ്ട്രീം വേർഡും ഒരു സെന്റൻസിനകത്ത് തന്നെ ലിബറൽ വേർഡും വന്നു കഴിഞ്ഞാൽ ആ സെന്റൻസ് 100% റോങ് ആയിരിക്കും. ഡയറക്റ്റ് എടുക്കും നിങ്ങൾക്ക്. ഫിനിഷ്ഡ് റൂൾ ഇതുവരെ പറഞ്ഞാൽ ഫിനിഷ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനം 100% റോങ്. ഓക്കെ, സെയിം ആസ് ഹിയർ. ഫെർട്ടിഗേഷൻ UPSC ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫെർട്ടിഗേഷൻ ആണ് ചോദിച്ചത്. ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കട്ട് ചെയ്ത് നോക്കുക. ഫെർട്ടിലൈസേഷൻ പ്ലസ് ഇറിഗേഷൻ, അതാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത് അല്ലേ? അടുത്ത നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും.
കൺട്രോളിങ് ദി, ഇവിടെ നിങ്ങൾ വായിക്കും എല്ലാത്തിലും പോസിബിൾ പോസിബിൾ എന്ന് കണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നോക്കും, ആ 4 പോസിബിൾ ഉണ്ടല്ലോ, ആൻസറിലേക്ക് പോകാനെന്നുള്ളത്. 4 വരുന്ന ആൻസർ ഉണ്ട് അതിനകത്ത്. ഡി 4ആണോ? ഓൾ ഓഫ് ദി അബോവ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, ഏതോ ഒന്ന് തെറ്റുണ്ട്. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, സെന്റൻസ് നന്നായിട്ട് വായിക്കാൻ പറഞ്ഞു, ചാടിക്കേറി ആൻസറിലേക്ക് വരരുത്. ഓക്കെ, അത്യാർത്ഥി ആപത്താന്ന് പറയും, പെട്ടെന്ന് ചാടിക്കയറി വരരുത്. തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, അതിനനുസരിച്ച് ആൻസറിലേക്ക് വരാൻ ട്രൈ ചെയ്യുക. ഇതിനകത്തേക്ക് നോക്കുമ്പോൾ രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. എഫിഷ്യന്റ് ആപ്ലിക്കേഷൻ ഓഫ് ദി റോക്ക് ഫോസ്ഫേറ്റ് ഓക്കെയാണ്, ആൻഡ് ഓൾ അതർ ഫോസ്ഫറ്റിക് ഫെർട്ടിലൈസർ ഈസ് പോസിബിൾ. അവിടെ എന്ത് വന്നു? ഓൾ, എക്സ്ട്രീം, പോസിബിൾ, ലിബറൽ. സോ ചാൻസ് വിൽ ബിക്കം എന്തായിരിക്കാം? ഇവനാണ് തെറ്റാൻ സാധ്യത. കണ്ടുപിടിച്ചു ഞാൻ. അപ്പൊ എങ്ങനെ വായിച്ചു? ഇതിൽ ബേസിക്കലി എനിക്ക് തരാനുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇതൊക്കെ തിയറീസ് ആണെങ്കിലും ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്താണ് അത് വായിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്, അത് മാത്രം മതി. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്നതാണ്. ഇതൊക്കെ എത്ര ഒരു മനുഷ്യന് പഠിക്കാൻ പറ്റുക, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യൻ എത്രയും പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മളിത് കട്ട് ചെയ്തു, ആൻസറിലേക്ക് വന്നല്ലോ. നമുക്ക് 2 ഇല്ലാത്ത ആൻസർ എന്തായിരുന്നു? ഓക്കെ, ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സി ആണ് ആൻസർ വരിക. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അറിയാമോ? പാറ്റേൺ മാറ്റി. only 1, only 2, only 3, only 4, all 4 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ചാടിക്കേറി പോസിബിൾ 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 ഒന്നും ചാടിക്കേറി ആൻസർ ഡി കുത്തി. തെറ്റുമോ? തെറ്റാൻ സാധ്യത കൂടുതലാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സെന്റൻസ് നന്നായിട്ട് വായിക്കാൻ എന്നുള്ളത്. കാരണം അവർ എന്ത് പാറ്റേൺ മാറ്റിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള നോളേജ്, നിങ്ങളുടെ കയ്യിലുള്ള ഐഡിയ അത് മാറാൻ പോകുന്നില്ലല്ലോ. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. ഓക്കെ, അടുത്തത് 81ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളൊരു ലോജിക്ക് പറഞ്ഞ്. ഞാനത് കുറെ ലോജിക്കുകൾ നിങ്ങളോട് പറഞ്ഞു. സെന്റൻസ് വായിക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് cannot be cultivated, എക്സ്ട്രീം വന്നോ? ഓക്കെ, ഷെഡ്യൂൾഡ് 6-ലാണല്ലോ 1972. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് വന്നാൽ എത്ര കാലമായി മക്കളെ? ഇല്ലല്ലോ, കുറച്ചായിട്ടില്ലല്ലോ. എലിമിനേറ്റ് ചെയ്യാലോ, ന്യൂ ടെക്നോളജി അല്ലേ? കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത്. പിന്നെ വരുന്ന സാധനം സച്ച് പ്ലാന്റ്സ് ഇസ് ഇൻവേഴ്സീവ്, ഹാംഫുൾ ടു എക്കോസിസ്റ്റം. ഓക്കെ, അത് ഇൻവേഴ്സീവും എക്കോസിസ്റ്റവും ആണ് എന്ന് പറയുന്നു. സെന്ന സ്പെക്ടാബിലിസ് എന്താണ്? ഇൻവേഴ്സീവ് ആണ് അല്ലെ? ലണ്ടന ക്യാമറ ഇൻവേഴ്സീവ് ആണ്. ഇതൊക്കെ ഇതിനകത്തുണ്ടോ? ഷെഡ്യൂൾ 6-ലുണ്ടോ? അപ്പൊ അതില്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടോ? ലോജിക്കലി നോക്കുമ്പോൾ എന്താണ്, ഇവന്മാരൊക്കെ റോങ് ആവാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി അതല്ല, ഞാൻ വേറൊരു ഐഡിയ നിങ്ങളോട് പറഞ്ഞു തന്നു, ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. എലൈക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനം, നിങ്ങൾക്ക് അത് എടുക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അത് കറക്റ്റ് ആണ് നോക്കുന്ന മെത്തേഡുകളാണ് അതൊക്കെ. എലൈക്ക് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? റിക്വയർ ടു കൾട്ടിവേറ്റ് ദാറ്റ് പ്ലാന്റ്. കൾട്ടിവേറ്റ് കണ്ടത് ഇൻ സർക്കംസ്റ്റൻസ്. കാരണം ഇത് രണ്ടിന്റെ ഐഡിയ എന്താണ്? കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ള പാർട്ടാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? സെയിം കീവേഡ് അല്ലെങ്കിലും ടോക്കിംഗ് കൾട്ടിവേറ്റ് ഓർ നോൺ കൾട്ടിവേറ്റ്, എലൈക്നെസ്. ഓക്കെ, ഒന്ന് ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്താണ് സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട്, ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ടിന്റെ ഐഡിയ എന്താണ്? കൾട്ടിവേഷൻ എന്ന സാധനം അവിടെ വരുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, അതിനകത്ത് വരുന്ന കീവേഡുകൾ ശ്രദ്ധിച്ചാൽ മതി. ലൈക്ക്. ഓക്കെ, സോ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ വരിക. അങ്ങനെയും നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? ഇത്രയും ഭാഗം പറഞ്ഞില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദ്യം ക്ലിയർ? ഓക്കെ, 86 ക്വസ്റ്റ്യൻ നമ്പർ വിത്ത് റെഫറൻസ് ടു പൾസ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, പൾസ് പ്രൊഡക്ഷനെ കുറിച്ചാണ്, ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത്. വായിക്കുന്നു. ബ്ലാക്ക് ഗ്രാം ക്യാൻ ബി ലിബറൽ ആണല്ലോ, ആസ് ബോത്ത് ഖാരിഫ് ആൻഡ് റാബി ക്രോപ്പ്. ഓക്കെ, രണ്ടിലും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ക്യാൻ ബി എന്നാണ് പറഞ്ഞത്. ഇന്ത്യ വലിയൊരു രാജ്യമാണല്ലോ, എവിടെയെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ ക്യാൻ ബി. ഓക്കെ, ബ്ലാക്ക് ഗ്രാം നിങ്ങൾ അത്രയും അറിഞ്ഞിരിക്കണം നിർബന്ധമുണ്ടോ? പൾസസിൽ ഇത്രയും ഭാഗം നിങ്ങളോട് UPSC പറയോ? നിങ്ങൾ പഠിച്ചു പൾസസ് എത്ര പൾസസ് ഉണ്ട്, നിങ്ങൾ മൊത്തം പൾസസ് പഠിച്ചെന്ന് UPSC പറയും നിങ്ങളോട്? ചാൻസ് എന്താണ്? വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം, ഖാരിഫ് ക്രോപ്പും റാബി ക്രോപ്പും നിങ്ങൾ അത്രയും എടുത്ത് പഠിക്കാൻ പറ്റില്ല. ആര് പഠിക്കും? ഓക്കെ, ഇതൊക്കെ പഠിച്ചിട്ട് എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ എവിടെ ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, മനുഷ്യൻ അത്രയും നോളജ് ഒന്നും ഇല്ല, അത് ചിട്ടി റോബോട്ട് ഒന്നുമല്ലോ അവിടെ പോയി പഠിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി തെറ്റിക്കാൻ സാധ്യതയില്ല. ക്യാൻ ബി എന്ന് പറഞ്ഞു, എന്റെ സെന്റൻസിൽ എക്സ്ട്രീം ഒന്നും കിടക്കുന്നില്ല, ഞാനത് എടുത്തു ശരിയായിട്ട്. ഒന്ന് കറക്റ്റ് ആണ് എനിക്ക്. ഓക്കെ, അടുത്തലേക്ക് വരുമ്പോ in the last 3 decade, okay, while Kharif pulses has been increased, Rabi pulses are decreased. Extreme ആണോ അല്ലോ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അത് ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അതായിരുന്നു. ഓക്കെ, ഓക്കെ ആണല്ലോ, അവിടെ കൺഫ്യൂഷൻ ഇല്ലല്ലോ.
അടുത്തത് ഞാനത് മായ്ക്കുന്നേ, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ സെന്റൻസ് പ്രോപ്പറായിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വെട്ടിയും വരച്ചും തുടരുത് കേട്ടോ. നോർമലി വെട്ടിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വെട്ടിയാൽ മതി. അവസാനം പേപ്പർ ഉണ്ടോ ഇവലായിട്ട് പേടിച്ചു പോകും. ഓക്കെ, അങ്ങനെ വെട്ടി വരച്ചിരുന്നത് മനസ്സിലാകുന്ന രീതിയിൽ വെട്ടി വരച്ചിട്ട്. ഓക്കെ, ഗ്രീൻ ഗ്രാം എലോൺ അക്കൗണ്ട്സ് ഫോർ നിയർലി ഹാഫ് ഓഫ് ദി പൾസ് പ്രൊഡക്ഷൻ. ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞാൽ പൾസാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാവുന്ന ഒരു എന്താ പറയാ, സാധാരണക്കാരെ പറയുമ്പോൾ ഗ്രീൻ ഗ്രാം, ഗ്രീൻ നിറത്തിലുള്ള പൾസസ് എന്താ, ചെറുപയർ. ഓക്കെ, അതാണ് ഹാഫ് ഓഫ് ദി പൾസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിന് എക്സ്ട്രീമിറ്റി കൂടുതലാണോ? സെന്റൻസിൽ കീവേഡ് ഒന്നും എക്സ്ട്രീം വന്നിട്ടില്ല, പക്ഷെ പകുതിയിലധികം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീൻ ഗ്രാം ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ? എലോൺ ഇസ് എക്സ്ട്രീം വൺ. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റും നമുക്ക്? നിങ്ങൾ കടല കഴിക്കാറില്ലേ? പിന്നെ ബ്ലാക്ക് ഗ്രാമിന് അവരോട് പറയേണ്ട ആവശ്യമുണ്ടോ? അത് കൂടാതെ എത്ര പൾസസ് ഉണ്ട്? ഓക്കെ, അപ്പൊ 50% കൂടുതൽ അതിന് സാധ്യതയുണ്ടോ? ഇല്ല, വെട്ടിക്കോ. ഓക്കെ, ഒന്ന് മാത്രമേ ഇവിടെ കറക്റ്റ് ഉള്ളൂ. ഇനിയിപ്പോ അതില്ലെങ്കിൽ പോലും ഞാൻ ഇവിടെ 1 only എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇതുവരെ നിങ്ങളുടെ ലിമിറ്റ് ചെയ്തിട്ടില്ല. 2 only 3 only ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടേ ഇല്ല. ഞാൻ ആ സെന്റൻസിന്റെ അകത്ത് കട്ട് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നാളെ എന്ത് പാറ്റേൺ വരും, എന്റെ ഫോക്കസ് സെന്റൻസിന്റെ മുകളിലാണ്. ഓക്കെ, അത് മാത്രമേ നമ്മുടെ ഫോക്കസ് ഉള്ളൂ. ബാക്കി എന്ത് പാറ്റേൺ ആയിക്കോട്ടെ, പാറ്റേൺ അല്ല നിങ്ങൾ മാറുന്നത്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളെ സെന്റൻസിന് മുകളിൽ സെന്റൻസ് മാറ്റിയിട്ട് വേറെ ഭാഷയിൽ തരാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? ചാർട്ട് കോഡൊക്കെ തന്നിട്ട് നിങ്ങളോട് UPSC ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഓക്കെ, നാളെ ഈ പറയുന്ന റോമൻ ലെറ്ററിലൊക്കെ സാധനം തന്നെ നിങ്ങൾ ചോദിക്കാൻ പോകുന്നില്ല, അത് പേടിക്കണ്ട. ഓക്കെ, അപ്പൊ നിങ്ങളെ മുമ്പിലുള്ള സാധനം സെന്റൻസ് ഉണ്ട്, സെന്റൻസ് എന്തായാലും വരും. ഓക്കെ, സെന്റൻസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വെറുതെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പോണ്ട. 80. ഓക്കെ, ക്യാൻ ബി വന്നു, യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദി ഗ്രോയിങ് മീഡിയം ഓഫ് ദി വെർട്ടിക്കൽ ഫാമിംഗ്. ഗ്രോയിങ് മീഡിയം ആവാലോ, ക്യാൻ ബി ആണല്ലോ, പോസിബിലിറ്റി ഉണ്ടല്ലോ, ഞാൻ ശരിയിട്ടു. When biochar is a part of the growing medium, it promotes. പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു, അതിനർത്ഥം എക്സ്ട്രീം ആണത്. പ്രൊമോട്ട് ചെയ്യുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്യും. It's not that much extremes. Okay, it's a normal word. Growth of nitrogen fixing microorganism. യൂഷ്വലി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. ബയോചാർ, ബയോ വന്നിട്ടുള്ള സാധനം വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അതെന്തായാലും നൈട്രജൻ പ്രൊവൈഡ് ചെയ്യും. കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് ഓക്കെ. Okay, fixing is also right. When biochar is a part of the growing medium, സെയിം സാധനം വന്നില്ല വീണ്ടും, enables growing medium retain water long time. സ്വാഭാവികമായിട്ട് കൂടുതലായിരിക്കുമല്ലോ, ബയോ ആണ്. ഓക്കെ, വേറൊരു ഐഡിയ കൂടി ഞാൻ പറഞ്ഞു അതിനകത്ത്. ബയോചാർ ഇൻ ഫാമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ പോസിറ്റീവ്, റൈറ്റ് അല്ലേ? ഒരു പോസിറ്റീവ് സാധനമല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പോസിറ്റീവ് സാധനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്നതിന്റെ കീവേഡുകൾ പോസിറ്റീവ് ആയിരിക്കും. അതെങ്കിൽ അത് ശരിയാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പോസിറ്റീവ് ആണ് തന്നിരിക്കുന്നത്, അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ആ നെഗറ്റീവ് സാധനം തെറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, UPSC അങ്ങനത്തെ പാറ്റേൺ കൂടിയില്ല. അതായത് ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് തന്നിട്ട് ഒരുപാട് അഡ്വാൻറ്റേജ് പറഞ്ഞ് ഒന്ന് ഡിസഡ്വാൻറ്റേജ് ഞങ്ങൾ ഉള്ളിൽ കയറ്റി തരും. നിങ്ങൾ വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തെറ്റി പോകാൻ സാധ്യതയില്ല. കൈൻഡ് ഓഫ് പോസിറ്റീവിന് പോസിറ്റീവും നെഗറ്റീവിന് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ ലാൻഡ്സ്ലൈഡിനെ കുറിച്ച് പറഞ്ഞാൽ ലാൻഡ്സ്ലൈഡ് ഷുഡ് ബി നെഗറ്റീവ് ആസ്പെക്ട് ആക്കി കൂടുതൽ നിങ്ങൾക്ക് തരാം. ലാൻഡ്സ്ലൈഡിന്റെ പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്, ഞാൻ അതല്ല പറഞ്ഞത്. അല്ല, അത് UPSC എക്സ്പെർട്ട് നിങ്ങൾ അത് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കി ഡീപ്പിലേക്ക് നിങ്ങൾ പോകണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതൊക്കെ ജനറൽ സെന്റൻസ് ആണ്, ലിബറൽ സെന്റൻസ് അല്ല. ഈ സ്ലൈഡ് ഷെയർ ചെയ്യണമെന്നോ? ഷെയർ ചെയ്യാം, കുഴപ്പങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യൻ മാത്രമല്ലേ ഇല്ലാത്തുള്ളൂ, അപ്പൊ നിങ്ങൾക്ക് എന്താ അതിന്റെ അഡ്വാൻറ്റേജ് വരിക? ഓക്കെ, ഷെയർ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് 79. കോൾ, ആഷ് കണ്ടെയ്ൻ ആർസനിക്, ലെഡ്, മെർക്കുറി. സാധ്യത ഉണ്ടല്ലോ, ആഷിന്റെ ഇതകത്തൊക്കെ വരാൻ സാധ്യത കൂടുതലാണല്ലോ. ഇല്ല എന്ന് പറയാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സോ ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് ബിക്കോസ് നോ എക്സ്ട്രീം വേർഡ്സ് ആർ ദർ. ഇറ്റ്സ് ഓക്കെ. കോൾ ഫയർഡ് പവർ പ്ലാന്റ്. ഓക്കെ, റിലീസ് സൾഫർ ഡയോക്സൈഡ്. നമുക്ക് ഓൾറെഡി നമ്മൾ PYQ ചോദിച്ചു, സൾഫർ ഡയോക്സൈഡ് കോൾ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞില്ലേ PYQ ഒരുപാട് തവണ. നൈട്രജൻ ഓൾസോ അതും ഉണ്ടെന്ന് പറഞ്ഞു, ശരിയാണ്. നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും കോളിന്റെ കാര്യം പറഞ്ഞു. ഇതേ സെയിം സാധനം നിങ്ങൾ എന്തിൽ വന്നിട്ടുണ്ട്? ആസിഡ് റെയിൻ അല്ലെ? അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താ? ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതേ സെയിം സാധനങ്ങളും ഗ്യാസ് ഒക്കെ തന്നെ തന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയും മാറ്റം? ഒരു മാറ്റവും ഇല്ല. ഇതൊക്കെ തന്നെയാണ് കാലങ്ങളായിട്ട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, ഹൈ ആഷ് കണ്ടന്റ് ഈസ് ഒബ്സർവ്ഡ്. ഒബ്സർവ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഒബ്സർവേഷൻ ഈസ് നെക്സ്റ്റ് ടേം ആണോ? അല്ല. പിന്നെ ഇന്ത്യൻ കോൾ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഇന്ത്യൻ കോളിന്റെ പ്രശ്നം എന്താണ്? കൂടുതൽ എന്ത് വരുന്നു? ആഷ് കണ്ടന്റ് വരുന്നുണ്ട്. അതാണ് ഇന്ത്യൻ കോളിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ ബേസിക് പഠിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? അതാണ് ഡി. ഇതിനകത്ത് ഒരു എക്സ്ട്രീമും ഇല്ല,
ഒരു പ്രോബ്ലം ഇല്ല. സെന്റൻസ് ഒക്കെ ജനറൽ ആണ്, ലിബറൽ ആണ് കാണാനില്ല, എന്നാൽ പോലും സെന്റൻസ് ജനറൽ സെന്റൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറയുന്ന എക്സ്ട്രീം സെന്റൻസ് എന്താണ്, ജനറൽ സെന്റൻസ് എന്താണ്, ലിബറൽ സെന്റൻസ് എന്താണെന്നൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതല്ലെങ്കിൽ ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയാണോ ഫീൽ ചെയ്യുന്നത്? ക്ലിയർ? ആൻഡ് പ്രാക്ടീസ് ഇറ്റ്. പേപ്പറുകളിലെ സ്കിൽ ഫ്ലാഗ് ക്യാൻ ബി. ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ലിബറൽ വന്നിരിക്കുന്നു, വളരെ മനോഹരം അല്ലെ? ക്വസ്റ്റ്യന്റെ അകത്ത് തന്നെ അവർ എന്ത് ചെയ്യുന്നു, ഓപ്ഷൻസിൽ തരാതെ ക്വസ്റ്റ്യന്റെ അകത്ത് തന്നെ അവർ ലിബറൽ തന്നിരിക്കുന്നു. ക്യാൻ ബി മെറ്റീരിയൽ ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ്. ക്യാൻ ബി തന്നെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ നോക്കേണ്ട ആവശ്യം? ആ സെന്റൻസ് ഓപ്പോസിറ്റ് ആണ് നോക്കിയാൽ മതി. സ്കിൽ ഫ്ലാഗ് ഉപയോഗിക്കാൻ പറ്റും. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് ഉപയോഗിക്കാലോ, അഗ്രികൾച്ചർ സോയിൽ ഉപയോഗിക്കാലോ, പ്രൊഡക്ഷൻ ഓഫ് സിമെന്റ്, ഇതൊക്കെ എന്താണ് സീൽ ഫ്ലാഗ് എന്ന് പറയുന്ന സാധനം വേസ്റ്റ് സാധനം കൊണ്ട് പോസിറ്റീവ് ആക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ പോസിറ്റീവ് ഉപയോഗിക്കാൻ പറ്റില്ലോ, ഡി ആണല്ലോ. എന്തുകൂടെ പെട്ടെന്ന് എടുത്തത് ക്വസ്റ്റ്യൻ തന്നെ ക്യാൻ ബി എന്ന് പറഞ്ഞു. ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, ഒരിക്കലും പെട്ടെന്ന് ആൻസറിലേക്ക് പോരുത്. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ പേപ്പർ ചെയ്ത് നോക്കേണ്ടത് UPSC PYQ. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? നിങ്ങൾക്ക് ഈ ക്വസ്റ്റിന്റെ പാറ്റേൺ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ചാടി കയറിട്ട് എന്തില്ല, ബബിൾ ചെയ്ത് പോകത്തില്ല. ഇപ്പൊ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അവസാനത്തെ 3 ദിവസം എങ്ങനെ പേപ്പർ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ ഭാഗം ഫൈൻ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? എങ്ങനെ ചെയ്ത് നോക്കണം എന്ന് നിങ്ങൾക്ക് ധാരണ കിട്ടിയോ? അടുത്തത് ഇതേപോലത്തെ സാധനങ്ങൾ വരുമല്ലോ. ഫെയിലോൺ, ഫ്രോഗ് മോത്ത്, കോപ്പർ സ്മിത്ത് ബാർബറ്റ്, ഗ്രേ ചിണ്ട് മിൻവെറ്റ്, വൈറ്റ് ത്രോട്ടഡ്, റെഡ് സ്റ്റാർട്ട്. ഓക്കെ, ഇതൊക്കെ ഒരു സാധനങ്ങളുടെ പേര് തന്നിട്ട് ബയോഡൈവേഴ്സിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി ബന്ധപ്പെട്ട എന്തോ ആണ് തന്നിരിക്കുന്നതിൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു സ്പീഷീസിന്റെ പേരിലും അതിന്റെ എൻഡ് നെയിം എന്ന് പറയുന്നത് അതിന്റെ ഐഡന്റിറ്റിയാണ്. ബാർബറ്റ്, ഫ്രോഗ് മിനിവെറ്റ്, റെഡ് സ്റ്റാർട്ട്. ഓക്കെ, ഏതിനാണ് ഇതിന് നിങ്ങൾ ഏതെങ്കിലും കണക്ട് ചെയ്തിട്ടുള്ള കീവേഡ് കേട്ടിട്ടുണ്ടോ ഇതിനകത്ത്? ബാർബറ്റ് എന്നൊക്കെ പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ബാർബറ്റൊക്കെ നിങ്ങൾ എന്തെല്ലാം കേൾക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇപ്പൊ മിഥുൻ മോഹൻ എന്ന് പറയുമ്പോൾ മോഹൻ എന്ന് പറയുന്നത് എന്റെ ഐഡന്റിറ്റിയാണ് അത്രയും കാലം അല്ലെ. എന്റെ അച്ഛന്റെ പേരോട്ട് കണക്ട് ചെയ്തിട്ടാണ് അങ്ങനെ പേര് വരുന്നത്. ഡെഫിനറ്റ്ലി എന്തായിരിക്കും, എന്റെ ഐഡന്റിറ്റി ആയിരിക്കും. അപ്പോൾ ഏതൊരു സാധനം, ഇപ്പൊ ഞാൻ ബേർഡ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ്, നിങ്ങൾ കീവേഡ് അറിയാവുന്നത് കൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാം കീവേഡുകൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പല സമയത്തും കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റത്തെ കീവേഡുകൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ലയോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്താണ്, പെട്ടെന്ന് കീവേഡ് കിട്ടും. ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റൻസ് UPSC ചോദിക്കാറുണ്ട്, ടെസ്റ്റ് സീരീസ് ചോദിക്കാറുണ്ട്. അനക ഒരു ക്വസ്റ്റൻ ചോദിച്ചപ്പോൾ ഞാൻ ഒരു ആൻസർ പറഞ്ഞില്ലേ, സെയിം കീവേഡ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ കീവേഡ് നോക്കി ഇങ്ങനത്തെ ഡൈവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ എന്റെ കീവേഡ് നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ടോ ഡെഫിനറ്റ്ലി. ഓക്കെ, അതെനിക്ക് എന്ത് ക്ലിയർ ആയിരുന്നില്ല, ഒരു ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റൻ വന്നപ്പോൾ പോലും നമുക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിലേക്ക് റെഡിയാക്കുക. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അടുത്തത് 66. ചില ക്വസ്റ്റൻസിൽ ലിബറലൊന്നും വരണം നിർബന്ധമില്ല, കോമൺ സെൻസ് മാത്രം വർക്ക് ചെയ്യും. കിസാൻ ക്രെഡിറ്റ് കാർഡ്. ആഹാ, ഞാൻ കാലങ്ങളായിട്ട് കേൾക്കുന്ന സാധനം കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, നമ്മൾ കുറെ കാലമായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. രാമു എന്നൊക്കെ പറഞ്ഞിട്ട് നീ ക്രെഡിറ്റ് കാർഡ് എടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോവൻ സാർ വന്നിട്ട് ദുരർസിൽ പറയാറില്ലേ, പണ്ട് ഓർമ്മയുണ്ടോ? സോയിൽ കാർഡിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലത്തെ സാധനം തന്നെ. അതന്നെ ഷോർട്ട് ടേം ക്രെഡിറ്റ്. ഷോർട്ട് ടേമിലാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഗിവൺ ടു ഫാർമേഴ്സ് ഫോർ വിച്ച് ഫോർ ദി ഫോളോയിങ് പർപ്പസ്. അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഷോർട്ട് ടേമിൽ എന്താണ് കൊടുക്കുന്നത് ചോദിച്ചത് അല്ലേ? കിസാൻ ക്രെഡിറ്റ് കാർഡിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ചോദിച്ചത് അവർ അല്ലെ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്യും. ഇതിൽ എന്തൊക്കെ ഷോർട്ട് ടേം വരാം വായിച്ചു നോക്കുമ്പോൾ, പർച്ചേസ് ഓഫ് കമ്പൈൻ ഹാർവസ്റ്റർ ആൻഡ് ട്രാക്ടർ ഓഫ് മിനി ട്രക്ക്. 100 രൂപ കൊണ്ട് 500 രൂപ കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലോ ഈ മിനി ട്രക്കും ഇതൊക്കെ കൂടി. ഷോർട്ട് ടേമിലെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഓൾറെഡി അവർ പറഞ്ഞല്ലോ. ഗവൺമെന്റ് നമ്മൾ പണ്ട് പറയാറില്ലേ, ഇത് ഗവൺമെന്റ് സാധനമാണ് അല്ലെ. നമ്മൾ കാർഷിക ലോൺ എടുത്തിട്ട് വീട് വെക്കുമല്ലോ, അത് ഗവൺമെന്റ് അലോ ചെയ്തിട്ടാണ് വീട് വെക്കുന്നത് അല്ലല്ലോ. ഈ പറയുന്ന പോലെ ഒരു സിനിമയിൽ കാണിക്കുന്നില്ലേ, നമ്മുടെ മോഹൻലാൽ നേരത്തെ കാണിച്ച അതേ സാധനം തന്നെ. ആനവാലമ്പൂതല്ലോ സിനിമ പേര് ഞാൻ പറഞ്ഞു, പട്ടണ പ്രവേശത്തിലാന്ന് തോന്നുന്നു. നാടോടിക്കാറ്റില് പശുവിനെ വാങ്ങാൻ പോകുന്നത് ഒരു ക്രെഡിറ്റ് എടുത്തിട്ട്. നിങ്ങൾ സിനിമ കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പശുവിനെ കാണിക്കാനൊക്കെ പറയുന്നില്ലേ, എന്നിട്ട് പാല് ഇത്ര അളവുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ദാസാ നിനക്ക് തോന്നില്ലേ, അതുപോലത്തെ സാധനം തന്നെ. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് എന്താ വളരെ സിമ്പിളാ. ഓക്കെ, ഇവിടെ ഷോർട്ട് ടൈം ക്രെഡിറ്റ് എന്ന് പറഞ്ഞത് ഷോർട്ട് ടൈം ക്രെഡിറ്റ് ആണോ? ഒരിക്കലും ഷോർട്ട് ടൈം ക്രെഡിറ്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിയേ, ഇതിലല്ലാതെ സാധ്യതയുള്ളത് കൺസ്ട്രക്ഷൻ ഓഫ് ഫാമിലി ഹൗസ് ആൻഡ് സെറ്റിംഗ് ഓഫ് വില്ലേജ്. ആഹാ, ഗവൺമെന്റ് പറയാണ് നിങ്ങളോട് ക്രെഡിറ്റ് കാർഡിൽ ഷോർട്ട് ടൈം ക്രെഡിറ്റ് നിങ്ങൾ വീട് ഉണ്ടാക്കിക്കോ, നിങ്ങൾ എന്ത് ചെയ്തോ കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കിക്കോ പറയോ അവര്. അപ്പൊ തന്നെ നിങ്ങൾക്ക് UPSC പേപ്പർ നോക്കുന്ന മനസ്സിലാ, ലോകത്ത് ഏറ്റവും വലിയ അഴിമതിക്കാരൻ പേപ്പർ എഴുതി കയറിയിട്ടുണ്ടല്ലോ ഈശ്വര എന്ന് അപ്പൊ തന്നെ കിട്ടും.
ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോളജ് നോക്കണതാ. അപ്പോൾ വെട്ടിക്കളഞ്ഞോ, ബാക്കിയൊക്കെ പോസിബിലിറ്റി ഉള്ളതാ, വായിച്ചു നോക്കിയാൽ മതി. സോറി, ആദ്യത്തെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ മെയിൻറ്റൈനിങ് ഓഫ് ദി ഫാർമിംഗ് അസെറ്റ് അല്ലെ. വർക്കിംഗ് ക്യാപിറ്റൽ ഒരു കുഞ്ഞ് ക്യാപിറ്റലാണ്, അവനത് കിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത് എന്താ? എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുക. കൺസെപ്ഷൻ ഓഫ് റിക്വയർമെന്റ് ഓഫ് ദി ഫാം ഹൗസ് ഹോൾഡ്, കൺസെപ്ഷൻസ് റിക്വയർമെന്റ് ആണ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൻ സിംപ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ പോസ്റ്റ് ഹാർവസ്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസുകൾ, അതിനുശേഷം ചെറിയ എക്സ്പെൻസസ് ഒക്കെ, എന്ത് എക്സ്പെൻസ് എന്ന് പറഞ്ഞില്ല, എന്തും ആവാം അതിനകത്ത്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു എക്സ്പെൻസസുകൾ വരും. നോർമൽ വൺ. അപ്പോൾ 1ഉം 3ഉം 4ഉം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനകത്ത്. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇനി ഈ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ലേ? നിങ്ങൾക്ക് കട്ട് ചെയ്യാം, ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ചെടുക്കാൻ പറ്റുന്നില്ലേ? അത് മാത്രം മതി നമുക്ക്. അടുത്തത് ഫാക്ടേഴ്സ് ആൻഡ് പോളിസീസ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ക്യാൻഡി പോലുള്ള ഒരു സാധനത്തിനാണ് ഫാക്ടേഴ്സ് ആൻഡ് പോളിസീസ് എന്ന് പറയുന്നത്. ഫാക്ടർ എഫക്റ്റിംഗ് എന്നാ പറഞ്ഞത്. ഈ എഫക്റ്റിംഗ് എന്താണ്? പോസിറ്റീവും നെഗറ്റീവും എപ്പോഴും ഉണ്ടാവും. പ്രൈസസ് എന്ന് പറയും. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡെഫിനറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്. ഓക്കെ, അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. MSP പ്രൈസിനെ സപ്പോർട്ട് ചെയ്യോ, എഫക്ട് ചെയ്യോ? ഉണ്ടല്ലോ. ഗവൺമെന്റ് ട്രേഡിങ് സപ്പോർട്ട് ചെയ്യല്ലോ, സ്റ്റോക്ക് ചെയ്താൽ സപ്പോർട്ട് ചെയ്യല്ലോ, സബ്സിഡീസ് ഒക്കത്തിനെ മാറ്റം വരുമല്ലോ അല്ലേ? എല്ലാം വരുമല്ലോ. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നിരുന്നു, ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതേ സെയിം ഐഡിയ തന്നെ സെന്റൻസിൽ, ഇത് ഓപ്ഷൻസ് ആണ്. ക്വസ്റ്റ്യൻസിന്റെ അകത്ത് തന്നെ എന്ത് സംഭവിച്ചു? ക്വസ്റ്റ്യൻസിന്റെ അകത്ത് തന്നെ ലിബറൽ വന്നു. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ അകത്ത് ലിബറൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. ഇവിടെ വന്നെന്താ? ഫാക്ടേഴ്സ് ആൻഡ് പോളിസീസ്. ഏതോ ഒന്ന് എഫക്റ്റിംഗ്. ഞാൻ പറഞ്ഞു എഫക്റ്റിംഗ് അർത്ഥം എന്താ? എഫക്റ്റിംഗ് എന്ത് എഫക്റ്റും വരാം. പറഞ്ഞില്ലല്ലോ, പോസിറ്റീവ് പൈസ കൂടും പൈസ കുറഞ്ഞു അവർ പറഞ്ഞോ? ഇല്ല, എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. MSP എഫക്ട് ചെയ്യും, കോമൺ സെൻസ്. അതേപോലെ തന്നെ ഗവൺമെന്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് അത് കൺട്രോൾ ചെയ്ത് എഫക്ട് ചെയ്യും. ഗവൺമെന്റ് അത് സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് എഫക്ട് ചെയ്യും, സൂക്ഷിക്കുന്ന സമയത്ത് എഫക്ട് ചെയ്യും. സബ്സിഡി കൊടുക്കുമ്പോഴും പ്രൈസ് കൂടും കുറയും. അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, കൂടി കുറയുന്നവർ പറഞ്ഞിട്ടില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ തന്നത്. ആൻസർ ഏതാ വരിക? ഡി. കൺഫ്യൂഷൻ ഉണ്ടോ ഞാൻ ആ പറഞ്ഞതില്? ഓക്കെ, 61ാമത്തത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പാർട്ട്. 61 പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഭാഗം. ഏതാണ് ആൻസർ വരിക? ഒന്നും നിങ്ങൾ നോക്കി. എക്സ്റ്റി ഉണ്ടോ നോക്കണം. ഓക്കെ, ഫിക്സിംഗ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ. കട്ട് ചെയ്തോ? കൺഫ്യൂഷൻ ഉണ്ടോ ഞാനത് കട്ട് ചെയ്തതിൽ? രണ്ടാമത്തത് കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ദി പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റി. കമ്പ്യൂട്ടറൈസേഷൻ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ പബ്ലിക്കില് കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നത്? കുഴപ്പമുണ്ടോ? എനിക്കറിയാം ഹേമന്ത്, എനിക്ക് ആൻസർ അറിയാമെന്നുള്ളത്. എനിക്ക് എങ്ങനെ വന്നത് അറിയാൻ മതി, എങ്ങനെ ആൻസറിലേക്ക് എത്തണം. എനിക്കത് മാത്രമേ കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഉറപ്പാണല്ലോ, അതും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഫ്രീ ഇലക്ട്രിസിറ്റി ഓഫ് ഫാർമേഴ്സ് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് എന്ത് വേണം? റിട്ടേൺസ് വേണം. ഫ്രീ കൊടുക്കുന്നതൊന്നും ആ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കില്ല. ഓക്കെ, അവിടെ എന്ത് വേണം? ക്യാപിറ്റൽ. നമ്മൾ പറയുന്നത് റവന്യൂ ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എക്കണോമിക്സിൽ? റവന്യൂ ക്യാപിറ്റൽ നമ്മൾ വ്യത്യാസം എന്താ? ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എൻ ഇൻഫ്രാസ്ട്രക്ചർ സംതിങ് കൈൻഡ് ഓഫ് സാധനം ഉണ്ടാവും അവിടെ അല്ലേ? അതാണ് വ്യത്യാസം. ക്ലിയർ ആണ് ഞാൻ പറയുന്നത്? കൺഫ്യൂഷൻ വരുന്നില്ലല്ലോ? വേവർ ഓഫ് ദി അഗ്രികൾച്ചർ, ഫാമേഴ്സിന്റെ ലോൺ എടുത്ത് കളയുന്നത് നമ്മൾ എപ്പോഴും പറയും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ എടുത്ത് കളയുന്നത് തെറ്റില്ലല്ലോ? ഇല്ല, പക്ഷെ ഇത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഓക്കെ, അതെന്തിനാ ഫാമേഴ്സ് ലോൺ എടുത്ത് കളയുന്നത്? അതൊരു റവന്യൂ ആസ്പെക്ട് മാത്രമാണ്. ഓക്കെ, സെറ്റിംഗ് അപ്പ് കോൾഡ് സ്റ്റോറേജ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോ, ഇതൊന്നും വേണ്ട, നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. കിട്ടുന്നുണ്ടല്ലോ സെന്റൻസിലൂടെ. ഈ ഒരു സാധനം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആ സെന്റൻസിനകത്ത് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുന്ന സാധനമാണ്. ക്ലിയർ? അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യൻ. സൈബർ ഇൻഷുറൻസ് ഫോർ ഇൻഡിവിജ്വൽ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ജനറലി കവേർഡ് അണ്ടർ ഇൻ അഡീഷൻ ടു പേയ്മെന്റ് ഓഫ് ദി ലോസ് ആൻഡ് ഫണ്ട് ഫോർ അതർ ബെനിഫിറ്റ്? ഓക്കെ, ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ. നിങ്ങൾ കാണുമ്പോൾ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് വിചാരിക്കും പെട്ടെന്ന്. നമ്മളെ നോർമൽ രീതി അതാണ്, ഏറ്റവും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? വലിയ ക്വസ്റ്റ്യൻ കണ്ട അപ്പോൾ വിടും. പക്ഷെ വലിയ ക്വസ്റ്റ്യൻ ഏറ്റവും എളുപ്പമായിരിക്കും, വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, വായിച്ചു നോക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ദി റിസ്റ്റോറേഷൻ ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം ക്യാൻ ഇൻ കേസ് ഓഫ് മാൾവെയർ ഡിസ്റ്റർപ്റ്റിംഗ് ആക്സസ് ടു വൺ കമ്പ്യൂട്ടർ. അതാണ് ഇവിടെ പറയുന്നത്. ഇൻഷുറൻസ്, സൈബർ ഇൻഷുറൻസ് അല്ലേ? ഓക്കെ, അതായിരിക്കും ഇൻഷുറൻസ് ചെയ്യുന്നുണ്ടാവും. അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്തായിരിക്കും? ഇതായിരിക്കും. കാരണം ഇൻഷുറൻസ് കമ്പനിയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, സൈബർ ആയിട്ടുള്ള അറ്റാക്കുകൾ ഇൻഷുറൻസ് ചെയ്യുക. ഓക്കെ, ആ സെന്റൻസിൽ എന്തൊക്കെ എക്സ്ട്രീം കിടക്കുന്നുണ്ടോ? ഇല്ല. എനിക്ക് ശരിയായിട്ട് എടുത്തൂടെ? പ്രശ്നമുണ്ടോ? ഞാൻ ജനറൽ സെന്റൻസിൽ എടുത്തു. ഓക്കെ, അടുത്തത് കോസ്റ്റ് ഓഫ് ന്യൂ കമ്പ്യൂട്ടർ
ഇഫ് സമ്മൺ ഇസ് മിസ്ക്രീഡ് വിൽഫുള്ളി ഡാമേജ് ഇറ്റ് പ്രൊവൈഡ്സോ. ഇൻഷുറൻസ് കമ്പനിക്കാർ പറയോ നീ നിന്റെ കമ്പ്യൂട്ടർ അടിച്ചു പൊളിച്ചോ, ആ പറഞ്ഞതിന്റെ അർത്ഥതാണ് നീ നിന്റെ കമ്പ്യൂട്ടർ നശിപ്പിച്ചോ, ഞാൻ ഇൻഷുറൻസ് തരാം. അങ്ങനെ ഇൻഷുറൻസ് കമ്പനിക്കാർ പറഞ്ഞാൽ അവന്റെ ലൈഫ് ലോങ് അവൻ എന്ത് ചെയ്യേണ്ടി വരും, പൈസ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ ആ പറഞ്ഞ സെന്റൻസ് അതല്ലേ പറഞ്ഞത്. അതിനാണ് അവന് സ്ഥിരം പൈസ കൊടുക്കേണ്ടി വരും, എന്നും അവനെ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിക്കാർ പറഞ്ഞാൽ അന്ന് ഒറ്റ ദിവസം വർക്ക് ചെയ്യുള്ളൂ, രണ്ടാമത്തെ ദിവസം കച്ചവടം പൂട്ടിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അവരത് പറയാൻ സാധ്യതയില്ല. ഇറ്റ്സ് എ മിസ്യൂസിങ് തിങ്. രണ്ടാമത്തെ അപ്പം തന്നെ നമുക്ക് എത്തി. കോസ്റ്റ് ഓഫ് ഹയറിംഗ് സ്പെഷ്യലൈസ്ഡ് കൺസൾട്ടന്റ് ടു മിനിമൈസിംഗ് ദി ലോസ് ഓഫ് കേസ് ഓഫ് സൈബർ എക്സഷൻ. ഇവിടെ സൈബർ വന്നു, കീവേഡ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട്, പോസിബിലിറ്റീസ് ഹൈ. കോസ്റ്റ് ഓഫ് ഡിഫൻസ് ഇൻ ദി സൈബർ ലോ. തേർഡ് പാർട്ടി ഫയൽ സ്യൂട്ട് ഡെഫിനറ്റ്ലി സൈബറായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ സൈബറായിട്ട് ബന്ധമില്ലാത്ത ഒരു സാധനം വന്നത് ഇവനാണ് രണ്ടാമത്തത്. ഓക്കെ, ബാക്കിയൊക്കെ സൈബറായിട്ട് ബന്ധം വരുന്ന സാധനങ്ങളാണ്. ഇൻഷുറൻസിൽ പല കോൺസെപ്റ്റുകളും പറയും, പല രീതികളിലും പറയും. ഓക്കെ, ആ ഇൻഷുറൻസിൽ അത് കിട്ടുള്ളൂ, അത് തെളിയിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ക്ലിയർ? ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോ ത്രീ ഓൺലി അല്ല മക്കളെ, എന്തായാലും പറയാ ഓൾ ത്രീ അല്ലല്ലോ. ആ, അപ്പൊ സെന്റൻസ് വരുന്നത് ഇത് ശരിക്കും പറയാനുള്ളതാണ്. 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. അപ്പൊ 3 സെന്റൻസ് ശരിയാണ്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ വരുന്നത് ബി ആയിരിക്കും അതിനകത്ത് ആൻസർ. ഓക്കെ, അടുത്തത് 58. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കണോമി ആഫ്റ്റർ 1991 എക്കണോമിക് ലിബറലൈസേഷൻ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പറഞ്ഞോ ഇതിനകത്ത് ഏതാ വരുന്നത് എന്നുള്ളത്. ലോജിക്കലി ആലോചിക്കുക, എന്നിട്ട് ആൻസറിലേക്ക് എത്തുക. ലോജിക്സ് മാത്രം എടുത്താൽ മതി. 58 ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, ആദ്യത്തേത് വർക്ക് പ്രൊഡക്ടിവിറ്റി പെർ വർക്കർ അറ്റ്. അയ്യോ, തന്നിരിക്കുന്ന സാധനം കണ്ടോ നിങ്ങൾ, ഇതിനുള്ളിൽ തന്നെ നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടോ അവര്. പെർ വർക്ക് അറ്റ് 2004 ഒക്കെ പറഞ്ഞ് നിങ്ങൾ ചുമ്മാ കൺഫ്യൂഷൻ. ഇങ്ങനെ ഒരു സെന്റൻസിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തള്ളി കയറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച സെന്റൻസ് തെറ്റായിരിക്കും. ഓക്കെ, ഇൻക്രീസ് ഇൻ ദി അർബൻ ഏരിയ വൈൽ ഡിക്രീസ് ഇൻ ദി റൂറൽ ഏരിയ. അങ്ങനെ പറയാൻ പറ്റുമോ? വർക്ക് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞെന്ന് പറയാൻ പറ്റുമോ? വർക്ക് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വർക്ക് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഇവിടെ എക്കണോമിക് ലിബറലൈസേഷൻ വന്ന സമയത്ത് നാട്ടിലെ രാജേട്ടന്റെ വർക്ക് പ്രൊഡക്ടിവിറ്റി തെങ്ങുമ്പോ കയറുന്ന പുള്ളി കുറച്ചോ? ഓക്കെ, അതല്ല പറഞ്ഞതിനർത്ഥം. അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? പുള്ളി തെങ്ങുമ്പോ കയറുന്ന 4 തെങ്ങ് കുറച്ചു, അയ്യോ ഇവിടെ LPG വന്ന് റിഫോം വന്നിട്ടുണ്ട്, ഈ 4 തെങ്ങുമ്പോ കയറി കുറയ്ക്കാം എന്ന് പുള്ളി പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ അത് പൊട്ട സെന്റൻസ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ കുറെ സാധനങ്ങളാണ് അവർ തരിക മെയിൻ ആയിട്ട്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, രണ്ടാമത്തെ സെന്റൻസ് എന്താ പറയുന്നത്? ദി പെർസെന്റേജ് ഓഫ് ദി ഷെയർ ഓഫ് ദി റൂറൽ ഏരിയ ഇൻ ദി വർക്ക് സ്റ്റഡിലി ഇൻക്രീസ്ഡ്. പറയാൻ പറ്റുമോ? എക്സ്ട്രീം. ഓക്കെ, ഒഴിവാക്കി കൂടെ. അടുത്തത് ഇൻ റൂറൽ ഏരിയ ദി ഗ്രോത്ത് ഇൻ ദി നോൺ ഫാമിംഗ് ഇൻകം എക്കണോമിക്കലി ഇൻക്രീസ്ഡ്. ഓക്കെ, ഇൻ റൂറൽ ഏരിയ ഗ്രോത്ത് ഇൻ ദി നോൺ ഫാമിംഗ് എക്കണോമി ഇൻക്രീസ്. ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൂ, സ്റ്റഡിലി ഇൻക്രീസ് എന്ന് പറഞ്ഞോ? ഇൻക്രീസ് ചെയ്തു. നോൺ ഫാമിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഡെഫിനറ്റ്ലി ഫാമിങ്ങിനേക്കാൾ കൂടുതൽ. LPG വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അഗ്രികൾച്ചറിൽ ചെറിയൊരു ഡൗൺ വന്നു, ബാക്കിയുള്ളതൊക്കെ ഇത് ആക്ച്വലി കൂടി. അതാണല്ലോ സംഭവിച്ചത്. കാരണം റൂറൽ ഏരിയയിലേക്ക് എന്ത് വന്നു? മറ്റു ജോബുകൾ വന്നു. സെന്റൻസ് ജനറൽ സെന്റൻസ് ആണല്ലോ, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ദി ഗ്രോത്ത് റേറ്റ് ഇൻ ദി റൂറൽ എംപ്ലോയ്മെന്റ് വാസ് ഡിക്രീസ്. ഗ്രോത്ത് റേറ്റ് ആണ് പറഞ്ഞത്. ഓക്കെ, ഗ്രോത്ത് റേറ്റ് കൂടാനാണോ സാധ്യത, കുറയാനാണോ സാധ്യത? ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന സാധനം റൂറൽ എംപ്ലോയ്മെന്റിൽ. ഓക്കെ, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LPG റിഫോംസ് വന്ന സമയത്ത് ഇതാണ് അവിടെ ഒരു ഫാക്ച്വൽ ഡാറ്റ എന്ന് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു ഫാക്ച്വൽ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അന്ന് ഈ പറയുന്നത് പോലെ തന്നെ ചില ആൾക്കാർ 3 എടുത്തു, ചില ആൾക്കാർ 3 and 4 എടുത്തു. ഓക്കെ, ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ LPG റിഫോംസ് വന്ന സമയത്ത് ഗ്രോത്ത് റേറ്റ് കമ്പാരിറ്റീവ് റൂറൽ നിന്ന് കുറഞ്ഞു. ഗ്രോത്ത് റേറ്റ് ഞാൻ ഉദ്ദേശിച്ചത് സിമ്പിളി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറയാം. ടോട്ടൽ GDP ലെവലില് ഈ പറയുന്ന രീതിയിൽ സ്റ്റഡിലി ഡിക്രീസ് എന്നല്ല പറഞ്ഞത്, ഡിക്രീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറയുന്ന റൂറൽ ഏരിയയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും അർബൻ ഏരിയയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും ഉണ്ടാവുമല്ലോ. അർബൻ ഏരിയയിൽ നിന്ന് കൂടുതൽ കിട്ടുകയും റൂറൽ ഏരിയയിൽ നിന്ന് കുറച്ച് കിട്ടുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഓക്കെ, പ്രൊഡക്ടിവിറ്റിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ലല്ലോ പറയുന്നത്. അർബൻ ഏരിയയിൽ കിട്ടുന്ന ആ റേഷ്യോ കുറഞ്ഞു. കറക്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തായി? ഞാൻ ആ വിഷ്വൽ ഇമാജിനേഷനിലേക്ക് കൊണ്ടുവന്നില്ലേ? ഞാൻ ഈ പറയുന്നതൊക്കെ ചുമ്മാ പറയണമെന്നല്ല. അപ്പൊ ഞാനിതൊക്കെ പറയുന്ന ഐഡിയ എന്ന് പറയുന്നത് ഒറ്റ ധാരണ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ വിഷ്വൽ ഇമാജിനിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഞാൻ പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരും എന്ന് ഞാൻ ആലോചിക്കും. ഞാൻ ഇങ്ങനെ തന്നെ ആലോചിക്കുക എക്സാമിനേഷൻ ഹോൾ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്തായിരിക്കാം, ഇത്രയും ആലോചിച്ചിരിക്കാനുള്ള സമയമൊന്നുമില്ല. അങ്ങനെ ആലോചിച്ചിരിക്കണമെങ്കിൽ തമാശക്ക് തോന്നും ചില ക്വസ്റ്റ്യൻസിൽ. അങ്ങനെ നോക്കണ്ട, അത്ര നേരം ഇരിക്കണം നിൽക്കണ്ട. ഓക്കെ, ഞാൻ പടപടാന്ന് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. പെട്ടെന്ന് നടന്ന് കഴിയും നമ്മൾ ആലോചിക്കുമ്പോൾ. ഓക്കെ, 55 ഇൻ ഇന്ത്യ
Why are some nuclear reactors kept under IAEA safeguard while others not? ഓക്കെ, ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഈ ഗൈഡ് ലൈൻസിന് അണ്ടറിൽ കൊണ്ടുവരുന്നത്? വൈൽ അതേഴ്സ് ആർ നോട്ട്, എന്തുകൊണ്ട് അതേഴ്സ് വരുന്നില്ല? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഉണ്ടോ? അതിൽ ആദ്യത്തെ സെന്റൻസ് അവർ പറയാണ് സം എന്നൊക്കെ പറഞ്ഞ ലിബറലാണ് ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ അങ്ങനെ പറഞ്ഞത്? പക്ഷെ എല്ലാം ലിബറലല്ലേ? അതിൽ ഏതെങ്കിലും ഒന്നല്ലേ വേണ്ടത് ആൻസർ? കുടുങ്ങി അല്ലേ? പക്ഷെ കോമൺ സെൻസിന് അവിടെ വർക്ക് ചെയ്യും. സം യൂസ് യുറാനിയംസ്, അതേഴ്സ് യൂസ് തോറിയം. എന്താ പറഞ്ഞത് അർത്ഥം? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ചില ആൾക്കാർ യുറാനിയം ഉപയോഗിക്കുന്നു, ചില ആൾക്കാർ തോറിയം ഉപയോഗിക്കുന്നു. നമ്മൾ പറയില്ലേ കോൾഗേറ്റിന്റെ പരസ്യം മാതിരി, ചില ആൾക്കാർ സാധാരണ പേസ്റ്റ് ഉപയോഗിക്കുന്നു, ചില ആൾക്കാർ കോൾഗേറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന പോലെ അല്ലേ? ആ സെന്റൻസിന്റെ അർത്ഥം ഉണ്ടോ ഇതിനകത്ത്? ആ സെന്റൻസിന് അർത്ഥമല്ല. ആ ശരിയാകുമോ? ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയും. ആ രീതിയിലാണ് അവരുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്. അടുത്തത്, സം യൂസ് ഇമ്പോർട്ടഡ് യുറാനിയം ആൻഡ് അതേഴ്സ് യൂസ് ഡൊമസ്റ്റിക് സപ്ലൈസ്. ഓക്കെ, അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സെന്റൻസ് നോക്കുമ്പോൾ നീ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള യുറാനിയം ഉപയോഗിക്കുന്നു, ചില ആൾക്കാർ ഡൊമസ്റ്റിക് ആയിട്ട് സപ്ലൈസ് ആണ് ഉപയോഗിക്കുന്നത്. സാധ്യതയുണ്ടല്ലോ, ജനറൽ ആണ്, പക്ഷേ നമുക്ക് ഇത് ഉറപ്പിക്കാൻ സാധിക്കില്ല. അവിടെ കിടക്കട്ടെ, ഞാൻ അടുത്ത് തെറ്റ് കണ്ടുപിടിക്കേണ്ട. ഇതിന് എനിക്ക് ശരിയാണെന്ന് കൂടി തോന്നി. സം ആർ ഓപ്പറേറ്റഡ് ബൈ ദി ഫോറിൻ എന്റർപ്രൈസസ്, സം ആർ ഓപ്പറേറ്റഡ് ബൈ ദി ഡൊമസ്റ്റിക് എന്റർപ്രൈസസ്. ആ, അത് ശരിയാണല്ലോ. ഇന്ത്യയിലെ ന്യൂക്ലിയർ കാര്യങ്ങളൊക്കെ പുറത്തുള്ള രാജ്യക്കാരാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നാളെ അവിടെ നിന്ന് ബോംബിട്ട് പൊട്ടിക്കില്ലേ ആ ന്യൂക്ലിയർ വെച്ചിട്ട്? എന്തെങ്കിലും സാധ്യതയുണ്ടോ? ചില ആൾക്കാർ ഫോറിൻ എന്റർപ്രൈസസ് ആണ് ഇവിടെ വെക്കുന്നത് എന്ന് പറയുന്നു ന്യൂക്ലിയർ സാധനം. ഒരു സാധ്യതയില്ല. ന്യൂക്ലിയർ റിയാക്ടർ ഫോറിൻ ഉപയോഗിക്കാൻ ഒരു സാധ്യത നമുക്ക് കാണുന്നില്ല. അടുത്തത്, സം ആർ സ്റ്റേറ്റ് ഓൺഡ്, സം ആർ പ്രൈവറ്റ്ലി ഓൺഡ്. ആ, ഇപ്പൊ കുറെ ന്യൂക്ലിയർ റിയാക്ടർ അംബാനിയാണല്ലോ, അദാനിയൊക്കെയാണല്ലോ ഓടിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. അതിന് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഒരു പോസിബിലിറ്റി ഇല്ല. ബിക്കോസ് ഹൈലി സേഫ് ഗാർഡിങ് കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോൾ ഓഫ് പബ്ലിക്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓൺ. സോ ദിസ് ഇസ് നോട്ട് എ പോസിബിലിറ്റി. ഞാൻ നോക്കുന്ന സമയത്ത് ഈ രണ്ടിനെക്കാട്ട് എനിക്ക് പോസിബിലിറ്റി തോന്നുന്നത് എന്താണ്? ബി ആണല്ലോ. ബി കിട്ടിയല്ലോ ആൻസർ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ ഐഡിയാസ് കിട്ടുന്നുണ്ടോ? അപ്പൊ ഞാൻ ഐഡിയ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടില്ല, കുറെ ഐഡിയാസ് ആയിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണോ? സമയം നമുക്ക് ഓൾറെഡി 2 മണിക്കൂർ കഴിഞ്ഞു. എനിക്ക് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്, പക്ഷേ ഞാനത് തൽക്കാലത്തേക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് തൽക്കാലത്തേക്ക്, ഒരു സെക്കൻഡ്,